എഡിറ്റേഴ്സ് അവർ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കൊച്ചി മെട്രോ ഉദ്ഘാടന വിവാദത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തിരുത്തി. വേദിയിൽ ഇ ശ്രീധരനും പ്രതിപക്ഷ നേതാവിനും ഇടം നൽകും. കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട വികസനത്തിൽ DMRC ഉണ്ടാകില്ലെന്ന് ഇ ശ്രീധരൻ. രണ്ടാം ഘട്ടം നടപ്പാക്കാൻ KMRL പര്യാപ്തം. ഫസൽ വധക്കേസിൽ തുടരന്വേഷണം വേണ്ടെന്ന CBI കോടതി. RSS പ്രവർത്തകൻ സുബീഷിന്റെ മൊഴി മുഖവിലക്കെടുക്കാൻ കഴിയില്ല. ഹൈക്കോടതിയെ സമീപിക്കുമെന്ന ഫസലിന്റെ സഹോദരന്മാരെ എതിർത്ത് ഫസലിന്റെ സഹോദരി രംഗത്ത്. സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത് പകർച്ചപ്പനി. കോഴിക്കോട് നന്മണ്ടയിൽ ഇന്ന് പനി ബാധിച്ചു മരിച്ചത് 2 പേർ. തിരുവനന്തപുരം കിളിമാനൂരിൽ മധ്യവയസ്ക പനി ബാധിച്ചു മരിച്ചു. മഴക്കാലമായതിനാൽ പനിബാധ കൂടുമെന്ന് ആരോഗ്യമന്ത്രി. കന്നുകാലി വിൽപ്പന നിയന്ത്രണത്തിനുള്ള കേന്ദ്ര വിജ്ഞാപനത്തിന് സുപ്രീം കോടതിയുടെ സ്റ്റേ ഇല്ല. വിശദീകരണം നൽകാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം. പാകിസ്ഥാനുമായി യുദ്ധമല്ല ചർച്ചയാണ് വേണ്ടതെന്ന് പറഞ്ഞ സൽമാൻ ഖാനെതിരെ ശിവസേനയും തീവ്ര ഹിന്ദുത്വ സംഘടനകളും. ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിൽ 265 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ മികച്ച നിലയിൽ. കൊച്ചി മെട്രോ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് വിരാമം. ഇ ശ്രീധരനെയും പ്രതിപക്ഷ നേതാവിനെയും ഉദ്ഘാടന വേദിയിൽ ഉൾപ്പെടുത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ചു. എന്നാൽ PT തോമസ് MLA വേദിയിൽ ഇരുത്തണമെന്ന സർക്കാരിന്റെ ആവശ്യം പ്രധാനമന്ത്രിയുടെ ഓഫീസ് അംഗീകരിച്ചിട്ടില്ല. രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായാണ് ഇ ശ്രീധരനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും വേണ്ടി കേരളം നിലപാടെടുത്തത്. ഇന്നലെ ഇ ശ്രീധരൻ, രമേശ് ചെന്നിത്തല, PT തോമസ് MLA എന്നിവരെ മെട്രോ ഉദ്ഘാടന വേദിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കത്തെഴുതി. ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി MV ജയരാജനും ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയും ഫോണിൽ വിളിച്ച പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി കാര്യങ്ങൾ സംസാരിച്ചു. കേരളത്തിന്റെ പൊതു ആവശ്യമായി പരിഗണിച്ച പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിലപാട് തിരുത്തണമെന്നായിരുന്നു സർക്കാരിന്റെ ആവശ്യം. സമ്മർദ്ദം ശക്തമായതോടെ ശ്രീധരനെയും ചെന്നിത്തലയെയും ഉൾപ്പെടുത്താമെന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കുകയായിരുന്നു. എന്നാൽ PT തോമസിനെ കൂടി വേദിയിൽ ഉൾപ്പെടുത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം PMO തള്ളി. ശ്രീധരനെയും ചെന്നിത്തലയെയും വേദിയിൽ ഉൾപ്പെടുത്തുമെന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചുവെന്ന കുമ്മനം രാജശേഖരനും പറഞ്ഞു. ഇതോടെ മെട്രോ ഉദ്ഘാടന വിവാദം താൽക്കാലികമായി അവസാനിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ ശ്രീ PS ശ്രീധരൻപിള്ള BJP, ശ്രീ ടോണി ചമ്മണി കോൺഗ്രസ്, ശ്രീ M അനിൽകുമാർ CPIM, മറ്റുള്ളവർ ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ PS ശ്രീധരൻപിള്ള, സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടാകും ഇ ശ്രീധരനും രമേശ് ചെന്നിത്തലയും വേദിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. പക്ഷേ ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കേരളത്തിൽ ഒറ്റക്കെട്ടായ ഒരു മനസ്സോടെയുള്ള പ്രതിഷേധം ഉയർന്നു വന്നതുകൊണ്ടല്ലേ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് ഇന്നിപ്പോൾ അത് തിരുത്തിയത്? തിരുത്തിയെന്ന് പറയുന്നതും തെറ്റാണ്. ഇതിനെ സംബന്ധിച്ച് ഇന്നലെ ഉണ്ടായ വിവാദം വാസ്തവത്തിൽ അനാവശ്യമായിരുന്നു. അപവാദങ്ങളും വിവാദങ്ങളും കൊണ്ടൊരു നാട് ഒരിക്കലും പുരോഗതി പ്രാപിക്കാൻ പോകുന്നില്ല. കേരളത്തിൻ്റെ സ്ഥിതി വളരെ അപകടകരമാണ്. ഇന്നലെ അയച്ച കത്തിൽ ഇൻവിറ്റേഷൻ ഒഫീഷ്യലായിട്ട് അയക്കുമ്പം 4 പേരാണ് ഇതിൽ പ്രസംഗിക്കേണ്ട മുഖ്യ ആൾക്കാരെന്നുള്ള നിലക്ക് അവരുടെ പേരുകൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു കത്ത് വന്നു. അതേ സമയത്ത് അതിൽ പങ്കെടുക്കുന്നവർ എന്നുള്ള വേദി എന്നുള്ള നിലക്ക് ബാക്കിയുള്ളവർ മന്ത്രിമാരെ ഒരുപാട് ആൾക്കാരുണ്ട്, അവരുടെ പേര് ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ ഇതിൽ പ്രപ്പോസൽ ഇപ്പോഴുള്ള പ്രപ്പോസലാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അതിന് മുമ്പും ഉണ്ടാവാം. ഏതായാലും ഇതിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരോ പ്രധാനമന്ത്രിയുടെ ഓഫീസോ അല്ല, മറിച്ച് ആത്യന്തികമായി തീരുമാനമെടുക്കേണ്ടത് നമ്മുടെ പാർലമെൻറ്റ് നിയമനിർമ്മാണം വഴി നടത്തിയിട്ടുള്ള വ്യവസ്ഥ അനുസരിച്ച് അതിനുള്ള SDPIയുടെ അവൻ്റെ സെൻട്രൽ അവരുടെ സെക്യൂരിറ്റിയുടെ ചുമതലയുള്ള സംവിധാനമാണ്. അതിപ്പോൾ സോണിയാഗാന്ധിയുടെ പരിപാടിക്കും ആ സംവിധാനമാണ് തീരുമാനിക്കുക. അതിലെവിടെയും 5 6 ആൾ കൂടുതൽ കയറ്റാറില്ല, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ എന്തിനീ വിവാദം എന്നുള്ളതാണ്. എനിക്കൊരു ഉത്തരവാദിത്തബോധമുള്ള 2 ചാനലുകാർ ഇന്നലെ എന്നോട് സംസാരിച്ചപ്പം 8-9 ചാനൽ ഇന്നലെ എന്നെ പല പരിപാടികൾക്കായി വിളിച്ചു, നിങ്ങളുടേത് ഉൾപ്പെടെ. ആ സമയത്ത് എന്നോട് 2 ചാനലുകാർ പറഞ്ഞു, ഒരിക്കലും ഞങ്ങളിത് ചർച്ച ചെയ്യില്ല, ഇത് തെറ്റല്ല ചെയ്യുന്നത് എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് ഇത്തരത്തിൽ പ്രചരണം നൽകുന്നത് നമ്മുടെ നാടിന് ഗുണകരമല്ല. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളും എല്ലാം യോജിച്ച് ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു വിഷയത്തിൽ ഇത്തരത്തിൽ നിഷേധാത്മകമായ നിലപാടുകൾ പ്രചരിപ്പിക്കപ്പെടാൻ പാടില്ലായിരുന്നു എന്നാണ് ഞാൻ ആരെയും ശരി, ഞാൻ അതുകൊണ്ടാണല്ലോ ചോദ്യത്തിന്റെ തുടക്കത്തിൽ സാങ്കേതികമായ കാരണം കൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഒഴിവാക്കൽ ഉണ്ടായത് എന്ന് പറഞ്ഞത്. താങ്കൾ പറയുന്ന സെൻസിനെ ഉൾക്കൊള്ളുന്നു. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഇത്തരത്തിലൊരു പ്രതികരണം ഇവിടെ ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ഈ ശ്രീധരനും പ്രതിപക്ഷ നേതാവും മാറ്റി നിർത്തപ്പെടുമായിരുന്നുവല്ലോ. അതൊരു സൂചന മര്യാദയാണോ? മെട്രോ എന്ന് പറയുമ്പോൾ ഈ ശ്രീധരൻ മലയാളി കൂടിയാണ്, അദ്ദേഹത്തിന്റെ തന്നെ സ്വപ്ന പദ്ധതിയാണ്, അദ്ദേഹമാണ് ഈ പദ്ധതിയുടെ മുഖ്യ കാർമ്മികൻ എന്നുള്ള നിലയിൽ അദ്ദേഹം വേദിയിൽ വേണമെന്നുള്ളത് ഈ കൊച്ചിക്കാരുടെയും കേരളീയരുടെയും ഒക്കെ ഒരു വികാരമാണ്. അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിനിധിയായി പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുക എന്നുള്ളതും സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ്. അത് രണ്ടും ഇല്ലെങ്കിൽ ഇങ്ങനൊരു പ്രതിഷേധം ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ സംഭവിക്കില്ലായിരുന്നല്ലോ, അവരെ ഒഴിവാക്കപ്പെടുമായിരുന്നല്ലോ.
ഒരിക്കലും ഈ പ്രതിഷേധത്തിൻ്റെ ഫലമായിട്ടല്ല. കേരള സർക്കാർ അയച്ച ലിസ്റ്റിൽ സർക്കാർ തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ട് സെക്യൂരിറ്റി ക്ലിയറൻസ് അനുസരിച്ചാണ് പ്രധാനമന്ത്രി പരിപാടി എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാവുന്നതാണ്. എത്ര പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് ഉള്ള സംവിധാനങ്ങൾ ഔദ്യോഗിക പരിപാടികളെ സംബന്ധിച്ചിടത്തോളം ആ രണ്ട് സർക്കാരുകളും തമ്മിൽ നിശ്ചയിക്കും. അതിനുശേഷം ആത്യന്തികമായി ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ നിയമപ്രകാരം അതേത് ആൾ പ്രധാനമന്ത്രി ആയാലും രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഉപരാഷ്ട്രപതി ഈ 3 പേരുടെ കാര്യത്തിൽ അവരാണ് അന്തിമമായി പറയേണ്ടത്. അപ്പോൾ 7 പേര് മതി, 6 പേര് മതി എന്നുള്ളതാണ്. 6 പേരിൽ ഇവരുണ്ടായിരുന്നില്ല എന്നുള്ള വാദം തന്നെ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇത് ചർച്ച ചെയ്തിട്ട് ജനങ്ങളുടെ മനസ്സിൽ വിഷലിപ്തമാക്കാൻ സാധിച്ചതിനപ്പുറം ഒന്നും അത്തരം ചാനലുകൾ നേടിയില്ല എന്ന് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഒന്നിച്ചു നിൽക്കണം. കേരളം എന്തുകൊണ്ട് പിന്തള്ളപ്പെട്ടു പോകുന്നു വെച്ചാൽ ടോണി ചെമ്മണി ഉണ്ടായി എന്നുള്ളതിനപ്പുറത്ത് ഇപ്പോൾ ഈ ശ്രീധരനെ മാറ്റി നിർത്തിയിട്ട് രാഷ്ട്രീയമായ ഒരു ആവശ്യവും ആർക്കുമില്ലല്ലോ. അതിപ്പോൾ കേരളം ഭരിക്കുന്ന പാർട്ടിക്കായാലും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കായാലും ഇല്ല. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ടും ആർക്കും ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. പക്ഷേ ഇത് സാങ്കേതികമായ തലത്തിൽ SPG തീരുമാനിച്ചപ്പോൾ 7 പേർ വേദിയിൽ വേണം, അതിൽ 4 പേർ സംസാരത്തിന് എന്ന് തീരുമാനിക്കപ്പെട്ടു. അതിൽ ഒരു പ്രതിഷേധമുണ്ടായപ്പോൾ അത് പ്രകടിപ്പിച്ചു എന്നുള്ളതിന്റെ സ്വാഭാവികത മാത്രം. അതിനപ്പുറത്ത് ഇതൊരു രാഷ്ട്രീയ തീരുമാനമായിരുന്നു എന്ന് പ്രചരിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. എന്താ ഇതിൻ്റെ ഒരു സാങ്കേതിക തീരുമാനം എന്ന് എനിക്ക് മനസ്സിലായില്ല. 2012 അന്ന് കൊച്ചി മെട്രോ നിർമ്മാണ ഉദ്ഘാടനം നടക്കുമ്പോൾ 11 പേർ അന്ന് വേദിയിലുണ്ടായി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നൊരു ചടങ്ങിൽ 11 പേര് വരെ കേരളത്തിൽ വേദിയിലിരുന്ന ചരിത്രമുണ്ട്. ഇത് സാങ്കേതികത്വമല്ല, ഇത് രാഷ്ട്രീയമായൊരു തീരുമാനം തന്നെയാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ന്യായീകരിക്കാൻ പറയുന്നതൊക്കെ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് 4 പേരെ വെച്ചുകൊണ്ട് ഇൻവിറ്റേഷൻ കാർഡ് തയ്യാറാക്കിയത് നമ്മൾ ഇന്നെല്ലാം ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടിരുന്നു. അപ്പോൾ ബോധപൂർവമായി UDFൻ്റെ പ്രതിനിധികളെ യോഗ സ്ഥലങ്ങളിൽ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും ഒഴിവാക്കി നിർത്താൻ, അകറ്റി നിർത്താൻ ബോധപൂർവ്വം ശ്രമം. അല്ല, MP-യും മേയറും UDFന്റെ പ്രതിനിധികളാണ്. ഇന്നലത്തെ ഇൻവിറ്റേഷൻ കാർഡിൽ കാണുന്നില്ല, പിന്നീടാണ് അറിയിപ്പ് വന്നത്. അല്ല, സംസാരിക്കുന്നവരുടെ കൂട്ടത്തിലില്ല എന്നേ ഉള്ളൂ. 7 പേരുടെ വേദിയിൽ ഉണ്ടാകേണ്ട 7 പേരുടെ കൂട്ടത്തിൽ എറണാകുളം MP-യും ഉണ്ട്, കൊച്ചി മേയറുമുണ്ട്. ഞാൻ ഇൻവിറ്റേഷൻ കാർഡിലൂടെ പറയും. സ്വാഭാവികമായിട്ടും ഒരു കാര്യം പറയാം. ഒരു ഇൻവിറ്റേഷൻ കാർഡ് അത് പുറത്തേക്ക് ഇറക്കുമ്പോൾ അത് ചീഫ് സെക്രട്ടറിയുടെയും കേമറൽ MDയുടെയും സംയുക്തമായിട്ടുള്ള ഇൻവിറ്റേഷൻ കാർഡാണ്. അത് ഫൈനലൈസ് ചെയ്തത് വേണം നമുക്ക് അനുമാനിക്കാൻ. ഒരു സാമ്പിൾ കാർഡൊന്നും ഒരിക്കലും പുറത്തേക്ക് ഇറക്കില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ 4 പേരെ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വിവാദമായപ്പോൾ മേയറേയും MP ഉൾപ്പെടുത്തി. പിന്നീടും ഞാൻ പറഞ്ഞു, ഞാനൊരു രാഷ്ട്രീയം പറയും. ഈ 4 പേർ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ചടങ്ങിൽ സംസാരിക്കേണ്ട 4 പേർ എന്നുള്ളത് മാത്രമായിരുന്നു. MP-യും മേയറും ആ ചടങ്ങിന്റെ ഭാഗമായിരുന്നു. മാത്രമല്ല 2012 ഇങ്ങനെ ഒരു പരിപാടി ഈ മെട്രോ തറക്കല്ലിടലോ. അപ്പോ എറണാകുളം മേയർ താങ്കളായിരുന്നല്ലോ, താങ്കൾ ആ പരിപാടിയുടെ വേദിയിൽ ഉണ്ടായിരുന്നു. ശരി, ആ സമയത്തെ MLA ഉണ്ടായിരുന്നോ? പ്രതിപക്ഷ നേതാവിന് ക്ഷണം ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹവും ഉണ്ടായിരുന്നില്ല. മറിച്ച് അന്ന് കേരളത്തിൽ നിന്ന് 5 കേന്ദ്രമന്ത്രിമാരുണ്ട്. വയലാർ രവി, AK ആന്റണി മുതൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരെയുള്ള എല്ലാ കേന്ദ്രമന്ത്രിമാരും ഉണ്ടായിരുന്നുവല്ലോ. അത് എന്ത് കീഴ്വഴക്കമായിരുന്നു? പറയാം, ഞാനത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. യഥാർത്ഥത്തിൽ ഒരു ഇൻവിറ്റേഷൻ കാർഡിൽ പ്രസംഗിക്കുന്നവരുടെയും സാന്നിധ്യം അറിയിക്കുന്നവരുടെയും ലിസ്റ്റിലുണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് സാന്നിധ്യം, MP, മേയർ സാന്നിധ്യം അത് ഇൻവിറ്റേഷൻ കാർഡിലുണ്ടാവും. യഥാർത്ഥത്തിൽ ഇന്നലെ കണ്ട ഇൻവിറ്റേഷൻ കാർഡിൽ 4 പേർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, കേന്ദ്ര നഗരവികസന മന്ത്രി, കേരള ഗവർണർ, ഇവരുടെ വെച്ചിട്ടുള്ളതാണ് ചീഫ് സെക്രട്ടറിയുടേതായിട്ടുള്ള ഇൻവിറ്റേഷൻ കാർഡ് കണ്ടിട്ടുള്ളത്. സാന്നിധ്യമാണെങ്കിൽ, പ്രസംഗമില്ലെങ്കിൽ പോലും സാന്നിധ്യം എന്ന് ഇൻവിറ്റേഷൻ കാർഡ് കാണേണ്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ച ആ നിലയിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു അതെൻ്റെ ഒരു വ്യക്തിപരമായ നിരീക്ഷണം മാത്രമല്ല, പൊതുവായി ചർച്ച ചെയ്യപ്പെടുന്നു. മുൻ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവോ സ്ഥലം MPയോ UDF പ്രാതിനിധ്യ സ്വഭാവമുള്ള ആരെയും പ്രസംഗിപ്പിക്കേണ്ട എന്നുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംയുക്തമായ ഒരു ഗൂഢനീക്കമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലേക്ക് ഒരു ചുരുക്കപ്പട്ടിക വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് താങ്കളുടെ ആരോപണം. ശ്രീ അനിൽകുമാർ, അതിന് മറുപടി പറയുന്നതിന് മുൻപ് ഇത് ഇത്രയും വിവാദമാക്കേണ്ടിയിരുന്നോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ശരിയാണ്, ഇങ്ങനെ ഒരു SPGയുടെ സുരക്ഷാ ക്രമീകരണം അനുസരിച്ച് ഉള്ള പട്ടിക അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. അത് കാണുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഇടപെട്ടതുപോലെ തന്നെ ഇടപെട്ട് ഈ കാര്യത്തിൽ 2 പേരെ കൂടി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നത് തികച്ചും ന്യായമാണ്. അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഈ ശ്രീധരനും ഒപ്പം രമേശ് ചെന്നിത്തലയും മറ്റന്നാൾ വേദിയിലിരിക്കാൻ പോകുന്നത്. അത് സമ്മതിച്ചു. പക്ഷേ ഇതെന്തോ ഒരു രാഷ്ട്രീയ താല്പര്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയാനുള്ള മെറിറ്റ് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇത് അങ്ങനെ വിവാദമാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എന്ന്. എന്തിനാണ് കേരളം ഇത് മുഴുവൻ ഒരു ദിവസം ചർച്ച ചെയ്തത് എന്ന ചോദ്യം. എൻ്റെ അഭിപ്രായത്തിൽ കേരളം ഉയർന്ന ജനാധിപത്യ ബോധമാണ് യഥാർത്ഥത്തിൽ. ഇതിലൊരു കക്ഷി രാഷ്ട്രീയവും വന്നില്ല. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ശ്രീധരൻ ഈ പരിപാടിയിൽ പങ്കെടുക്കണം. അതുപോലെ തന്നെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഈ പരിപാടിയിൽ പങ്കെടുക്കണം.
എറണാകുളം MP ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് കേരളം ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടു. അതിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളുണ്ടായി. ആ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കേരളത്തിലുണ്ടാകുന്ന അനാവശ്യമായൊരു വിവാദമാണ് എന്ന് പറയുന്നത് ശരിയാണോ? ഞാൻ നേരെ തിരിച്ചാണ് കാണുന്നത്. കേരളമായതുകൊണ്ടാണ് ഈ ചർച്ചയുണ്ടായതും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ കൃത്യസമയത്ത് സന്ദർഭോചിതമായി ഇടപെട്ടതുകൊണ്ടാണ് ശ്രീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് ഇപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കും എന്ന് നമ്മളെല്ലാവരും സന്തോഷിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ കേരളത്തിൽ ഉണ്ടായ പ്രതികരണം നന്നായിരുന്നു എന്നാണ് ശ്രീധരൻ നൽകിയ ഒരു മറുപടി നമ്മൾ ശ്രദ്ധിച്ചില്ലേ? ഞാൻ അതിനെ സംബന്ധിച്ച് ഒന്നും പറയുന്നില്ല. ഞാൻ ആ പരിപാടിയിൽ ഉണ്ടാവും. മറ്റുള്ളവർ കേരളത്തിലെ ഗവൺമെന്റ് എന്താ ചെയ്ത് വളരെ പക്വമായി തന്നെ പ്രതികരിച്ചത്. അപ്പം ഞാൻ പറയുന്നത് ഇതിൽ യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് സാങ്കേതികമായി മാത്രമാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്? കേരളത്തിലെ മെട്രോ എന്ന് പറയുന്ന ഒരു പദ്ധതി, അതും ഏറ്റവും അഭിമാനകരമായ നിലയിൽ അത് പൂർത്തീകരിക്കുമ്പോൾ ശ്രീധരൻ അതിൽ ഉണ്ടാകണ്ടേ? അതാണ് വികാരം. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ച് മണിക്കൂറുകൾക്കകം അത് തിരുത്തി ഈ രണ്ടുപേരെ കൂടി ആ പട്ടികയിൽ ഉൾപ്പെടുത്തി പുതിയ അതെ, അത് ഗവൺമെന്റ് തലത്തിലുള്ള ഇടപെടലാണ് മുഖ്യമന്ത്രി ചെയ്തത്. സ്വാഭാവികമായും അങ്ങനെ ഉണ്ടാകുമ്പോൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാവരും പറയുമല്ലോ, എന്തുകൊണ്ടാണ് സ്ഥലത്തെ MLA ഇല്ലാത്തത്? സ്ഥലത്തിലെ MLA ഉണ്ടാകണ്ടേ? ഇത്തരമൊരു പരിപാടി നടക്കുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് ഉണ്ടാകണം, സ്ഥലത്തെ MLA ഉണ്ടാകണം. എനിക്ക് അത്ഭുതകരമായി തോന്നിയത് വേറൊന്നുമല്ല, ബഹുമാനറിയില്ല, സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി ഗൂഢാലോചന നടത്തിയാണ് ഇതിൽ യഥാർത്ഥത്തിൽ ഇത്തരം ആളുകളെ ഒഴിവാക്കിയതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഈ നിമിഷം വരെ ഈ സ്റ്റുഡിയോയിൽ വരുന്നത് വരെ കേൾക്കാത്തൊരു പുതിയ ഇതാണ് കോൺഗ്രസ്. തർക്കവിതർക്കങ്ങളിലേക്ക് പോകാം. അതിനു മുൻപ് ശ്രീ PS ശ്രീധരൻ പിള്ള, ഇക്കാര്യത്തിൽ രാഷ്ട്രീയമുണ്ട് എന്ന് സംശയിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് രേഖാമൂലം ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയക്കുകയും ഒപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ടെലിഫോണിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തു. നല്ല കീഴ്വഴക്കം എന്നുള്ള നിലയിൽ ആ വികാരം ഉൾക്കൊള്ളുകൊണ്ട് കേന്ദ്രം തിരിച്ചു പ്രതികരിച്ചു എന്നുള്ളത് സ്വാഗതാർഹം തന്നെ. പക്ഷേ ഈ രണ്ടുപേരെ കൂടി, ഈ ശ്രീധരനെയും ഒപ്പം രമേശ് ചെന്നിത്തലയെയും ഈ ചടങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ വാർത്താ സമ്മേളനം നടത്തുമ്പോഴാണ്. അങ്ങനെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഒരു തീരുമാനം, അതും സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരം എടുക്കുന്ന ഒരു തീരുമാനം BJPയുടെ പ്രസിഡന്റ് പറഞ്ഞാണോ അറിയേണ്ടത്? അല്ല, ഇതൊരു വളരെ വിചിത്രമാണ് നിങ്ങളുടെയൊക്കെ വാദഗതികൾ. എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ രണ്ട് പ്രശ്നം ഞാൻ ചോദിക്കട്ടെ. അപ്പോൾ എൻ്റെ CPM സുഹൃത്തിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 4 പേരുടെ പേരിവിടെ വന്നപ്പോൾ ഈ പറഞ്ഞ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന മുഖ്യമന്ത്രിക്ക്, ചീഫ് സെക്രട്ടറിക്ക്, അവർക്ക് ഇത് പറ്റില്ല, 4 പേര് 7 പേരെ വെച്ച് അടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കർശനമായ നിലപാട് സ്വീകരിക്കാറുണ്ടല്ലോ. ഇതിലെവിടെയാണ് ഇതൊക്കെ പറയുന്നതിന് അർത്ഥമുള്ളത്? എന്തിലും രാഷ്ട്രീയം കാണുന്ന ഈ നിലപാടാണ് ഈ രണ്ട് കക്ഷികൾ, UDF LDFും. ഇവരുടെ ഈ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് രാഷ്ട്രീയ അതിപ്രസരം കൊണ്ടാണ് ഈ കേരളം ഇങ്ങനായി പോകുന്നത്. നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ കലാം കേരളത്തിൽ വന്നപ്പം, അദ്ദേഹം കേരളത്തിൽ ജീവിച്ചയാളാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ നിയമസഭ അഭിസംബോധന ചെയ്തപ്പം, രാഷ്ട്രീയ അതിപ്രസരം കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന വികസിക്കാത്ത സംസ്ഥാനമാണ് കേരളമെന്നാണെന്ന് പറഞ്ഞത്. അത് ശരിയാണെന്നാണ് ഈ രണ്ട് സുഹൃത്തുക്കളും ഇപ്പം തെളിയിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ എന്താ തെറ്റ് ചെയ്ത്? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഇൻവിറ്റേഷൻ അടിക്കുന്നതിന് മുമ്പ് ഇന്ന ആളുകളെ കൂടി പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഇതുപോലൊരു മെസ്സേജ് കൊടുത്ത് ചെയ്യിച്ചാൽ പോരായിരുന്നോ? ഇത് BJP ആണോ ചെയ്യുന്നത്? കേരള BJPക്ക് ഇതൊന്നും അറിയില്ല. ഇന്ന് ഫൈനലായിട്ട് എൻ്റെ ചിത്രം വന്നപ്പം ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ആ കാര്യം ഇത് തുറന്നു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഞങ്ങൾ രാഷ്ട്രീയമായിട്ടല്ല കാണുന്നത്. കാരണം ഞങ്ങൾക്ക് MP-മാരില്ല, കേരളത്തിൽ നിന്ന് മന്ത്രിമാരില്ല, ആരുമില്ല. അതുകൊണ്ട് ഭരിക്കുന്ന ആൾക്കാർ ആ കാര്യം തീരുമാനിക്കും, പോളിസി മാത്രം BJP ഇടപെടും. ഇതാണ് നിലപാട്. പിന്നെ രണ്ടാമത്, ബഹുമാനപ്പെട്ട മുൻ മേയറോട് ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം പറഞ്ഞ 2015 തുടക്കം ഉദ്ഘാടനത്തിൽ എന്തായിരുന്നു സ്ഥിതി? കേരളത്തിന് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നോ? അതുപോലെ പ്രോട്ടോക്കോളിൽ പെടാത്ത ഒരാളെയെങ്കിലും, അതിന് മുൻകൈ എടുത്ത പ്രഗത്ഭൻ എന്നുള്ള നിലക്ക് ആരെയെങ്കിലും ഒരാളെ നിങ്ങൾ പെടുത്തിയിരുന്നോ? 11 പേരുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്കറിയില്ല. അപ്പോൾ ഇതെല്ലാത്തിലും ക്ഷീരമുള്ള ഒരു അകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകമെന്ന് പറഞ്ഞ പോലെ നമ്മുടെ രാഷ്ട്രീയം പോകുന്നത് ദൗർഭാഗ്യകരമാണ്. BJP വിവാദത്തിനില്ല. എല്ലാ നേട്ടങ്ങളും നിങ്ങൾ പങ്കിട്ടെടുത്തോളൂ. ഇതെല്ലാം നിങ്ങൾ രണ്ടു കൂട്ടരും കൊണ്ടുവന്നതാണ്, ഞങ്ങൾ സമ്മതിക്കുന്നു. രാഷ്ട്രീയത്തിന്റെ പ്രശ്നം എവിടെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. രാഷ്ട്രീയമുള്ളതുകൊണ്ടാണോ ഇക്കാര്യത്തിൽ ഒരു വിമർശനം ഉന്നയിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നോക്കൂ, 3 പേരെ കൂടി ഉൾക്കൊള്ളിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കത്തയച്ചത്. ആ 3 പേര് ആരൊക്കെയാണ്? ഒന്ന് ഈ ശ്രീധരൻ, 2 പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, 3 എറണാകുളത്തെ തൃക്കാക്കര MP ആയിട്ടുള്ള PT തോമസ്. അതായത് 2
കോൺഗ്രസുകാരെയും ഒരു മെട്രോയുടെ മുഖ്യ ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ ശ്രീധരനെയും ഉൾക്കൊള്ളിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാനം കേന്ദ്രത്തിന് കത്തെഴുതണമെങ്കിൽ അതിൽ രാഷ്ട്രീയമല്ലോ, പ്രശ്നമാണ്. പ്രൈം മിനിസ്റ്റേഴ്സ് നോക്കൂ, പ്രൈം മിനിസ്റ്റേഴ്സ് പ്രോഗ്രാമിൽ എത്ര ആളുകൾ പങ്കെടുക്കണമെന്ന് പറയുന്ന ഏത് നിബന്ധനയാണ് എൻ്റെ രണ്ട് സുഹൃത്തുക്കൾക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കുക? SPG അവരുടെ ക്ലിയറൻസും പ്രകാരം പറ്റൂ. സോണിയാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റാണല്ലോ. അവരുടെ പ്രോഗ്രാമിൽ KPCCക്ക് അന്തിമമായ തീരുമാനമെടുക്കാൻ ഇവിടെ വരെ സാധിക്കുമോ? SPGയുടെ ക്ലിയറൻസും പ്രകാരമാണ്. ഈ രാജ്യത്തുണ്ടാക്കിയ നിയമപ്രകാരം രാജ്യത്തിന്റെ മാനബിന്ദുക്കളായ സോണിയ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി നിയമം വേണമെന്ന് പറയുമ്പം അത് യഥേഷ്ടം രാഷ്ട്രീയം നോക്കിയിട്ട് ഓരോരുത്തരെ കയറ്റി കയ്യടി വാങ്ങുക, അല്ലെ കൂക്കുവിളി കേൾക്കുക, അല്ലെ കല്ലേറ് കൊള്ളുക എന്ന് പറയുന്ന സമീപനം, ഇതാണ് കേരളത്തിന്റെ ശാപം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീ ഹൈബി ഈഡൻ MLA കോൺഗ്രസ് ഒരു സമാന്തരമായി ജനകീയ ഉദ്ഘാടനം നടത്താൻ കൂടി നിശ്ചയിച്ചിരുന്നു നേരത്തെ. പുതിയ സാഹചര്യത്തിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവിനെ കൂടി ഉൾക്കൊള്ളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ചടങ്ങിലേക്ക്. അതുകൊണ്ട് ഇനിയിപ്പോ ഒരു സമാന്തര ഉദ്ഘാടനത്തിന്റെ ആവശ്യമുണ്ടോ? അല്ല, ഞങ്ങൾ അങ്ങനെ ഒരു സമാന്തര ഉദ്ഘാടനം നേരത്തെയും തീരുമാനിച്ചിട്ടില്ല, ഇപ്പോഴും അത് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞങ്ങൾ ഇതുമായി സഹകരിക്കും എന്ന് തന്നെയാണ്. പക്ഷെ UDF ഗവൺമെന്റിന്റെ UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയ ഈ പദ്ധതിയെ സംബന്ധിച്ച് കൃത്യമായ ക്ലാരിറ്റി കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഈ വിവാദങ്ങൾ കഴിഞ്ഞ കുറെ ദിവസമായി BJPയുടെ നേതാക്കന്മാർ പറയുന്നു അത് 2011 പ്രോഗ്രാം പ്രോട്ടോകോളിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് ശുദ്ധ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. അന്ന് ഡോക്ടർ ശ്രീധരൻ സ്റ്റേജിൽ ഇല്ലാത്തതിനെ സംബന്ധിച്ചൊരു തർക്കവും ഉന്നയിച്ചിരുന്നു. കാരണം DMRC അന്ന് ഒഫീഷ്യലി ഈ പദ്ധതി അസൈൻ ചെയ്തിട്ടില്ല. പദ്ധതി അസൈൻ ചെയ്യാത്തിടത്തോളം ഡോക്ടർ ശ്രീധരൻ ആ വേദിയിൽ പങ്കെടുക്കാൻ, നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്യൂറോക്രാറ്റ് പ്രധാനമന്ത്രിയുടെ വേദിയിൽ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് കാണിച്ചു തരാൻ സാധിക്കും? BJPയുടെ 25ഓളം നേതാക്കന്മാരെടുത്തി എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും മാറ്റിവെച്ചുകൊണ്ടാണല്ലോ ഈ പരിപാടികൾ നടത്തുന്നത്. ഭൂപൻ ഹസാരിക പാലം ഉദ്ഘാടനം നമ്മൾ കണ്ടു, ഒരു ടണലിന്റെ ഉദ്ഘാടനം നമ്മൾ കണ്ടു. ഇതിനെല്ലാം അദ്ദേഹം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന, അദ്ദേഹം ഒറ്റയ്ക്ക് വരുന്ന ചിത്രങ്ങളാണ്. ഇപ്പൊ മെട്രോയിൽ യാത്ര ചെയ്യാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത് സ്ഥലം MP പോലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ മെട്രോ റൈഡ് പാലാരിവട്ടത്തു നിന്ന് പത്തടിപ്പാലത്തേക്ക് നടത്തുമ്പോൾ സ്ഥലം MP പോലും ഇല്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഞങ്ങൾ ഇതിനൊരു വിവാദത്തിനോ പാരലായിട്ടുള്ള ഒരു സംവിധാനത്തിനോ തയ്യാറല്ല. കാരണം കൊച്ചി മെട്രോ റെയിൽ എന്ന് പറയുന്നത് കേരളത്തിന്റെ വികസന സംസ്കാരത്തിന്, കേരളത്തിന്റെ തൊഴിൽ സംസ്കാരത്തിന് ഒരു പുതിയ ഹിസ്റ്ററിയാണ്. അപ്പോൾ അത് തുറന്നുകൊണ്ട് പോകണം. അതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഇവിടെ ബഹുമാനീയനായ മുൻ മേയർ സൂചിപ്പിച്ചതുപോലെ UDFന്റെ ശ്രീ ഉമ്മൻചാണ്ടി ആണെങ്കിലും ശ്രീ രമേശ് ചെന്നിത്തല ആണെങ്കിലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഓപ്പോസിഷന് പറയാനുള്ളത് കേൾക്കാൻ പോലുമുള്ള സഹിഷ്ണുത എന്തിനാ അല്ല, അപ്പൊ ഒപ്പോസിഷന് പറയാനുള്ളത് അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും പറയാനുള്ളത് കേട്ടതുകൊണ്ടാണല്ലോ ഇപ്പോ പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിൽ ഉൾക്കൊള്ളിക്കുന്നത്, ഈ ശ്രീധരനെ ചടങ്ങിൽ ഉൾക്കൊള്ളിക്കുന്നത്. എന്ന് മാത്രമല്ല സ്ഥലം MLAയും പ്രതിപക്ഷ നേതാവിനെയും പങ്കെടുപ്പിക്കണം എന്ന് കത്തയച്ചത് മുഖ്യമന്ത്രിയാണല്ലോ, അതായത് ഭരിക്കുന്ന ഭരണയന്ത്രമാണ്. ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, തത്തുല്യമായ ഒരു ഉദ്ഘാടന ചടങ്ങാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആദ്യമായി നടത്തിയ മെട്രോ റൈഡ്. ഒരു സ്റ്റേജും മൈക്കും കെട്ടിയാൽ മാത്രമേ ഉദ്ഘാടനമാകുമെന്നില്ല. തത്തുല്യമായ ഒരു മെട്രോ റൈഡിൽ അവിടുത്തെ ജനപ്രതിനിധികളെ ഒന്നും ഉൾപ്പെടുത്താഞ്ഞത് ഒരു ജനാധിപത്യ സംവിധാനത്തിന് ചേർന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ ഉണ്ടായിരിക്കുന്ന പ്രോട്ടോകോൾ ഡിഫറൻസസിനെ കുറിച്ച് സൂചിപ്പിച്ചു. BJPക്ക് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടിട്ടാണ് BJP നേതാക്കന്മാര് കൂടി ഡോക്ടർ ശ്രീധരനെ ഇതിൽ പെടുത്തുമെന്ന് പറഞ്ഞത്. ശരി, ഞാൻ ഒരു നിമിഷം ശ്രീ ഹൈബി ഈഡൻ തുടരണം. കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി ടെലിഫോൺ ലൈനിൽ. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, മറ്റന്നാൾ മെട്രോയുടെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. ഇന്ന് ഉച്ചയാകുമ്പോഴേക്ക് കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് മെട്രോമാൻ ഇ ശ്രീധരനെയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെയും ഈ ചടങ്ങിന്റെ വേദിയിൽ ഉൾക്കൊള്ളിക്കാൻ തയ്യാറാകുകയും അതനുസരിച്ച് അവർ വേദിയിൽ പങ്കെടുക്കുകയും ചെയ്യുകയാണ് മറ്റന്നാൾ ഉദ്ഘാടനം നടക്കുമ്പോൾ. അതോടുകൂടി എല്ലാ വിവാദങ്ങളും പര്യവസാനിക്കേണ്ടതാണ്. രാഷ്ട്രീയമായ അഭിപ്രായ ഭിന്നതകളൊക്കെ മാറ്റിവെച്ച് എല്ലാവരും ഇതൊരു ശുഭമായ തുടക്കമാകുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. അങ്ങനെ ഇരിക്കെ ഈ തീരുമാനം വന്നു കഴിഞ്ഞും താങ്കൾ അടക്കമുള്ള ആളുകൾ വിമർശനവുമായി രംഗത്ത് വന്നത് എന്തുകൊണ്ടാണ്? പൂച്ചയ്ക്ക് പൊന്നുരുക്കുന്നിടത്ത് എന്ത് കാര്യമെന്ന് ഇന്ന് താങ്കൾ കുമ്മനം രാജശേഖരനോട് ചോദിച്ചത് എന്തിനാണ്? ഞാൻ ചോദിച്ചത് യഥാർത്ഥത്തിൽ PM-ന്റെ ഓഫീസ് എടുത്ത തീരുമാനത്തെ ഞാൻ ശ്ലാഘിക്കുന്നു, ബഹുമാനിക്കുന്നു. ആ തീരുമാനം
ഉചിതമായി എന്ന് തന്നെ കരുതുന്നു. അങ്ങനെ തന്നെയാണ് തീരുമാനം. അല്ലെങ്കിൽ PM എടുക്കുന്ന തീരുമാനം ശ്രീ കുമ്മനം രാജശേഖരനല്ല. അദ്ദേഹത്തോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. കുമ്മനം രാജശേഖരനല്ല പുറത്തു പറയേണ്ടത്. പ്രത്യേക പത്രസമ്മേളനം വിളിച്ചുകൂട്ടി കുമ്മനം പറയേണ്ട ഒരു കാര്യമല്ല. അത് സംസ്ഥാന ഗവൺമെന്റ് പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ അത് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ പറഞ്ഞത് രാഷ്ട്രീയമായിട്ടുള്ള അല്പത്വമായി. അല്ല, കുമ്മനം രാജശേഖരൻ അത് പറയുന്നതിന് മുൻപ് ഇക്കാര്യം സംസ്ഥാന സർക്കാരിനെ അറിയില്ലേ മിനിസ്റ്റർ? സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നില്ലേ? കുമ്മനം രാജശേഖരൻ പറയുമ്പോഴാണല്ലോ ആദ്യം അറിയുന്നത്, പിന്നീട് സംസ്ഥാന സർക്കാർ അറിയുന്നത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരാണത് പറയാനുള്ളത്. സംസ്ഥാന സർക്കാർ പറയുന്നതിന് പകരം കുമ്മനം രാജശേഖരൻ പത്തനംതിട്ടയിൽ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പറയുന്നത് നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നതായിട്ടുള്ള ഈ രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് യോജിച്ചതാണോ? ഒരിക്കലും അങ്ങനെ ആകാൻ വേണ്ടി പാടില്ല. അല്ല, അങ്ങനെയാണോ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് എന്റെ സംശയം. ഇപ്പോൾ കേരളത്തിൽ നിന്ന്, അതായത് സംസ്ഥാന മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ചാണല്ലോ ഇങ്ങനെ ഒരു മാറ്റം വരുത്താൻ കേന്ദ്രം PMO തയ്യാറാകുന്നത്. അപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രി അങ്ങോട്ട് ഒരു ദൂത് അയച്ചിട്ടുണ്ട്. തിരിച്ചിങ്ങോട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ആ ഉച്ചയോടകം തന്നെ മറുപടി വന്നിരുന്നില്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മറുപടി വന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് പുറത്തു പറയും. കുമ്മനം രാജശേഖരന് എവിടുന്നാണ് ഈ മറുപടി കിട്ടുന്നത്? മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് എന്തായിരുന്നാലും കുമ്മനത്തിന് അറിയിച്ചില്ലല്ലോ. അപ്പൊ കുമ്മനം ആ കാര്യത്തിൽ എടുക്കേണ്ട ഒരു മര്യാദ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഞാൻ പറയേണ്ട കാര്യമല്ല, ഇത് മുഖ്യമന്ത്രി ഓഫീസ് പറയേണ്ടതാണ്, അല്ലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറയേണ്ടതാണ്. താനിത് പറയേണ്ടതല്ല എന്ന് അദ്ദേഹം ഔചിത്യപൂർവ്വം തീരുമാനിക്കേണ്ടതായിരുന്നു. ആ അനൗചിത്യം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അല്ല, അതിനൊരു സാധ്യതയുള്ളത് മിനിസ്റ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ BJP ഘടകവും ശ്രീധരനെ ഇക്കാര്യത്തിൽ ഉൾക്കൊള്ളിക്കണം, ഇല്ലെങ്കിൽ ശക്തമായ ജനവികാരം ഉണ്ടാകും എന്ന് അവരുടെ കേന്ദ്ര നേതൃത്വത്തെ നിരന്തരമായി അറിയിക്കുന്നുണ്ടായിരിക്കും. ഞാനൊരു സാധ്യത പറയുകയാണ്. അങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അവർക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഒരു തീരുമാനം PMO എടുത്തിട്ടുണ്ടെന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ടാകും. അതിവിടെ കിട്ടിയപ്പോൾ കുമ്മനം രാജശേഖരൻ പറഞ്ഞിട്ടുണ്ടാകും. അത് അത്ര വലിയ സംഭവമാണോ? ഇനി അങ്ങനെ ആണെന്ന് തന്നെ ഇരിക്കട്ടെ, താങ്കൾ പറഞ്ഞ അനുമാനം ശരിയാണെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും കുമ്മനമല്ലല്ലോ അത് പറയേണ്ടത്. അദ്ദേഹം പറയേണ്ടത് എന്താ? അതെല്ലാം സംസ്ഥാന ഗവൺമെന്റ് പറയേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഓഫീസ് പറയേണ്ട കാര്യമാണ്. ഞാൻ പറയേണ്ട കാര്യമല്ല എന്ന് അദ്ദേഹം സ്വയം തീരുമാനിക്കണ്ടേ. അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ഓഫീസിന് പകരമാവുന്നത് നല്ലതാണോ? അദ്ദേഹം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ്. ആ എല്ലാ ബഹുമാനവും ഞങ്ങൾ അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. അത് നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും അദ്ദേഹം ഇന്ന് ചെയ്ത അത്തരം ഒരു അല്പത്തം കാണിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. അല്പത്തം എന്ന വാക്കാണ് താങ്കൾ ഉപയോഗിക്കുന്നത്. ഒറ്റ നിമിഷം ടെലിഫോണിൽ തുടരണം മിനിസ്റ്റർ, ദയവായി. ശ്രീ ശ്രീധരൻപിള്ള ഇവിടെ ചൂണ്ടിക്കാണിച്ച പ്രശ്നമാണ് ഞാൻ താങ്കളോട് രണ്ടാമത്തെ ചോദ്യമായി ചോദിച്ചത്. പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ BJPക്കാരുടെ പ്രധാനമന്ത്രി എന്നുള്ളതല്ല, എല്ലാ ഇന്ത്യക്കാരുടെയും പ്രധാനമന്ത്രിയാണ്, ഈ കേരളത്തിലുള്ള എല്ലാ ആളുകളുടെയും പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി എന്നുള്ള നിലയിലാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ബന്ധപ്പെടുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെടുന്നത്. അപ്പോൾ അതനുസരിച്ച് കേന്ദ്രം സംസ്ഥാന ബന്ധങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ അങ്ങനെ തന്നെയാണ് നടക്കുന്നതും നടക്കേണ്ടതും. അങ്ങനെ ഇരിക്കെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ തീരുമാനം ഇന്നതായിരിക്കും എന്ന് പറയുന്നത് എന്ത് സന്ദേശമാണ്? അതൊരു വലിയ പ്രശ്നമല്ലേ? അല്ല, എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട്, അങ്ങ് CPM എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ നേതാവ് കൂടിയാണ്. ജനങ്ങളാണ് ആത്യന്തികമായി വിധികർത്താക്കളെ നിശ്ചയിക്കുന്ന. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോഴും ജനങ്ങളുടേതാകണം ഭരണഘടന എന്ന് പറഞ്ഞുകൊണ്ട് 2 കൊല്ലം മാറി നിന്നൊരു കക്ഷിയാണ്. അപ്പോൾ അത്രമാത്രം ജനങ്ങൾക്ക് സാധാരണ പൗരനാണ് ഇതിനെല്ലാം അവകാശമുള്ളതെന്ന് പറയുന്ന നാട്ടിൽ അറിയാനുള്ള പൗരൻ്റെ അവകാശം ഫണ്ടമെൻ്റൽ റൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട് വിവരാവകാശ നിയമം പാസാക്കിയ ഒരു നാട്ടിൽ ഒരു വലിയ വിവാദം, ആ വിവാദത്തിൻ്റെ പ്രതിക്കൂട്ടിൽ കേന്ദ്ര ഭരണകൂടവും BJP നിൽക്കുന്ന അവസരത്തിൽ, ചർച്ചകൾ ഇന്നലെ നടന്ന അവസരത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷന് ഒരു വിവരം കിട്ടിയാൽ അത് പുറം ലോകത്തോട് പറയാൻ പാടില്ല എന്ന് കരുതുന്ന ഈ സ്റ്റാലിനിസ്റ്റ് സമീപനമാണ് നമ്മുടെ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഞാൻ വ്യക്തിപരമായിട്ട് ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഇതാണെങ്കിൽ അപ്പോൾ അത് അറിഞ്ഞൊരു വിവരം ജനങ്ങളോട് പറയാൻ കേരള സർക്കാരിൻ്റെ, അത് സ്റ്റേറ്റും പാർട്ടിയും ഒന്നാണെന്ന് പറയുന്നത് സോവിയറ്റ് റഷ്യയിലും ചൈനയിലുമുള്ള കമ്മ്യൂണിസമാണ്. ജനാധിപത്യം അനുസരിച്ച്, നിയമവാഴ്ച അനുസരിച്ച് ഇത് രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യമല്ല. ജനാധിപത്യം അനുസരിച്ച് ഫെഡറൽ സംവിധാനത്തിലെ മര്യാദകൾ അനുസരിച്ച് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെ ആയിരുന്നില്ലേ അറിയിക്കേണ്ടത് എന്നുള്ളതാണ് ശ്രീ ശ്രീധരൻപിള്ള പ്രശ്നം. പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ ആയിരുന്നില്ലേ അറിയിക്കേണ്ടത്? രേഖപ്പെടുത്തുന്നു, ഞാൻ മറുപടി പറയുന്നില്ല. ശ്രീ PS ശ്രീധരൻപിള്ള, ഇവിടെയുള്ള പ്രശ്നം എന്താണ്? എല്ലാവർക്കും ഇതിന്റെ ക്രെഡിറ്റ് വേണം. BJP എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ആദ്യം ഈ ശ്രീധരനെ പങ്കെടുപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഞങ്ങൾ BJPക്കാർ ഇടപെട്ട് ഈ ശ്രീധരനെയും പങ്കെടുപ്പിച്ചിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കണം എന്നുള്ള മട്ടിലാണിപ്പോൾ കാര്യങ്ങൾ.
പ്രധാനമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അല്ലേ അറിയിക്കേണ്ടത്? അതല്ലേ താങ്കൾ ഈ പറയുന്ന ജനാധിപത്യ ക്രമത്തിലെ ഫെഡറൽ സംവിധാനത്തിന്റെ സത്യ അനുസരിച്ച് ചെയ്യേണ്ടത്? അറിയിച്ചില്ല എന്ന് ആര് പറഞ്ഞു മിസ്റ്റർ? നിങ്ങളത് പറയാണോ? അറിയിച്ചില്ല എന്ന് ആര് പറഞ്ഞു? അവിടെ രാവിലെ ഇൻഫർമേഷൻ കിട്ടി, അതനുസരിച്ചുള്ള കമ്മ്യൂണിക്ക മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തി, കൊച്ചിയിലെത്തി. BJP സംസ്ഥാന പ്രസിഡന്റിന് അറിയാൻ കഴിഞ്ഞ കാര്യം ഇതാ ഒരു അപകടം ഇങ്ങനെയാണ് ഉൾപ്പെടുത്തേണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് കിട്ടിയ വിവരം ജനങ്ങളോട് പറഞ്ഞാൽ മഹാ അപരാധമാകുമെന്ന് പറയുന്ന കാഴ്ചപ്പാട് സ്റ്റാലിന്റെ കാലത്തുള്ളതാ. പാർട്ടിയാണ് സുപ്രീം. ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് അറിഞ്ഞിട്ട് അത് ഞങ്ങളെ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളെ ആരെയും അറിയിക്കാതെ പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നോ? അങ്ങനെ പൂഴ്ത്തി വെച്ചത് കൊണ്ട് ഉച്ചക്ക് ഇദ്ദേഹത്തിന് പറയേണ്ടി വന്നു, കുമ്മനം രാജശേഖരന് പറയേണ്ടി വന്നു, അപ്പോൾ എല്ലാവരും പറഞ്ഞു. അങ്ങനെയാണോ? ബഹുമാന്യനായിട്ടുള്ള സ്നേഹിതൻ നമ്മുടെ വക്കീലിനോട് എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. അത് എന്തൊക്കെയാണ് പറയുന്നത്? സ്റ്റാലിനിസത്തെ കുറിച്ച് പറയുന്നു, അറിയാനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നു. ഞാൻ അത്രയും വലിയ കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ താല്പര്യം എന്തായിരുന്നു? അത് ശ്രീധരനെയും പ്രതിപക്ഷ നേതാവിനെയും ഉൾപ്പെടുത്തണമെന്നുള്ളതായിരുന്നു സ്റ്റേറ്റിന്റെ താല്പര്യം. അതനുസരിച്ചാണ് കത്തയച്ചത്. പ്രധാനമന്ത്രി ഓഫീസ് അത് ചെയ്തില്ല. അപ്പൊ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ചെയ്യാതെ വന്നപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടുള്ള വിമർശനം വന്നു. ആ വിമർശനം ഉൾക്കൊണ്ടുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് കത്തെഴുതി ഇങ്ങനെ വിമർശനമുണ്ട്, ഇവർ രണ്ടുപേരും കൂടി ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യം. ഇവർ രണ്ടുപേരും മാത്രമല്ല, ആ ലോക്കൽ MLA കൂടെ ഉൾപ്പെടുത്തണം. അതൊക്കെ നമ്മൾ സാധാരണ നമ്മുടെ ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തെ കൂടെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കത്തെഴുതി. സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചു. ചിലപ്പോൾ BJPയുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടാകാം, അതെല്ലാം തന്നെ അവരുടെ കാര്യം. ഏതായാലും പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കത്തെഴുതി. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതിന്റെ വിവരം പുറത്തു പറയുന്നതിൽ യാതൊരു അനൗചിത്യവും ഞാൻ കാണുന്നില്ല. മുഖ്യമന്ത്രി ഓഫീസിൽ വിവരം വന്നാൽ അത് പത്രക്കാർക്ക് സ്വാഭാവികമായിട്ടും കൊടുക്കും, പുറം ലോകം അറിയും, അതിലും അനൗചിത്യം കാണുന്നില്ല. പക്ഷേ ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് ശ്രീ കുമ്മനം രാജശേഖരനെ പോലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അതിന്റെ ഒരു ക്രെഡിറ്റ് തട്ടിയെടുക്കാനെന്നുള്ള മട്ടിൽ ഇങ്ങനൊരു വാർത്താ സമ്മേളനം നടത്തി പറയുന്നതിലെ അനൗചിത്യം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ശ്രീധരൻപിള്ള പറയുന്നത് പോലെ ഇതിനകത്ത് പാർട്ടിയും സ്റ്റേറ്റും ഒക്കെ ഒന്നാണ് എന്ന് പറയുന്നതായിട്ടുള്ള സ്റ്റാലിനിസ്റ്റ് സമീപനത്തെ കുറിച്ചൊന്നും ഞാൻ പറയാൻ തയ്യാറല്ല. അല്ല, ഇവിടെ മിനിസ്റ്റർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ വിവരം എപ്പോൾ അറിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കുമ്മനം രാജശേഖരൻ പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനം നടത്തി ഈ ശ്രീധരനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞതിന് ശേഷമാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ വിവരം വന്നിട്ടുള്ളത്? അതോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരത്തെ ഈ വിവരം വന്നിട്ടുണ്ടോ? മുഖ്യമന്ത്രി ഓഫീസിനോട് ചോദിച്ചാലേ അക്കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യക്തത കിട്ടുള്ളൂ. ഞാൻ മനസ്സിലാക്കിയത് അല്ല, അപ്പോൾ താങ്കൾ അത് മനസ്സിലാക്കാതെ ആയിരുന്നോ പൂച്ചക്ക് എന്താണ് പൊന്നുരുക്കുന്നിടത്ത് കാര്യമെന്ന് ചോദിച്ചത്? പത്രക്കാര് ചോദിക്കുമ്പോൾ പത്രക്കാരാണ് പറയുന്നത്. അവര് തന്നെ ഏതാണ്ട് ഒരു ആക്ഷേപഹാസ്യത്തിന്റെ മട്ടില ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. പോട്ടെ, ഞാൻ പറഞ്ഞ അതിന് അപ്പോഴുണ്ടായിട്ടുള്ള പ്രതികരണം പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരിയായില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും, ഏത് മനുഷ്യനും തോന്നിയിട്ടുണ്ടാവും അങ്ങനെ പറഞ്ഞ് ശരിയായില്ല എന്ന്. മുഖ്യമന്ത്രി പറയേണ്ട കാര്യം ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പറഞ്ഞാൽ മതിയോ? അതെങ്ങനെ ശരിയാവുന്നത്? ഒരിക്കലും ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. റൈറ്റ്, അതാണ് ആ ഒരു ഔചിത്യമില്ലേ PS ശ്രീധരൻപിള്ള? ഇതിൽ സ്റ്റാലിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒന്നുമല്ല. ഇവിടെ ചോദിച്ചല്ലോ മുഖ്യമന്ത്രി പറയേണ്ട കാര്യം മുഖ്യമന്ത്രി പറയണ്ടേ എന്ന്. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞാൽ പോരല്ലോ, അല്ലെങ്കിൽ ആനാവൂർ നാഗപ്പൻ പറഞ്ഞാൽ പോരല്ലോ, P രാജീവ് പറഞ്ഞാൽ പോരല്ലോ, പാർട്ടി സംവിധാനങ്ങളൊന്നും പറഞ്ഞാൽ പോരല്ലോ. പാർട്ടി എന്നുള്ളത് സെറ്റപ്പാണ്. മുഖ്യമന്ത്രി ആയിട്ടുള്ളത് എൻ്റെ സാറേ, നിങ്ങൾ ഈ പറയുന്ന കേട്ടാ തോന്നുമല്ലോ, എല്ലാം എഴുതി വാങ്ങി സർട്ടിഫിക്കറ്റ് കോപ്പി എടുത്തിട്ടാണ് എല്ലാം പറയുന്നത്. കിട്ടുന്ന വിവരം ഉത്തമ വിശ്വാസത്തിൽ ജനങ്ങളെ അറിയിക്കേണ്ടത് രാഷ്ട്രീയ പ്രവർത്തകന്റെ ചുമതലയാണ്. CPMന്റെ സാധാരണ പ്രവർത്തകൻ തൊട്ട് അഖിലേന്ത്യാ സെക്രട്ടറിക്ക് വരെ ആ ചുമതലയുണ്ട്. BJPയുടെ സാധാരണ പൗരൻ തൊട്ട് അമിത്ഷായ്ക്ക് വരെ ആ ചുമതലയുണ്ട്. ഇത് പറയാൻ പാടില്ലാത്ത കാര്യമല്ലല്ലോ. രഹസ്യമായി മാറ്റിവെക്കപ്പെട്ട, രഹസ്യമായി മാർക്ക് ചെയ്യപ്പെട്ടെങ്കിലും കേരള സർക്കാർ ഔപചാരികമായി പുറത്തുവിട്ടോ? അപ്പൊ പുറത്തുവിട്ടാത്ത ഒരു കാര്യത്തെപ്പറ്റി ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യം തനിക്ക് കിട്ടിയപ്പോൾ ഉത്തമവിശ്വാസി പറഞ്ഞാൽ പൂച്ചയ്ക്ക് എന്താ പൊന്നുരുക്കുന്നിടത്ത് കാര്യമെന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കറിയില്ല, ഞാൻ സുരേന്ദ്രനെ ബഹുമാനിക്കുന്നയാളാണ്, അദ്ദേഹം അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ദൗർഭാഗ്യകരമായി പോയി. അത് എനിക്ക് സഹതാപമേ ഉള്ളൂ. അല്ല, അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഫേസ്ബുക്കിൽ എഴുതുകയാണ് ചെയ്തത്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ ശ്രീധരനെ ഒഴിവാക്കി എന്നുള്ള കാര്യത്തിൽ ശക്തമായ ജനവികാരം, രാഷ്ട്രീയ ഭേദമന്യേ സംസ്ഥാനത്തുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ശ്രീധരനെ ഉൾപ്പെടുത്തി എന്ന വിവരം കിട്ടിയിട്ടും അത് അറിയിക്കാതെ പരമാവധി ആ ജനവികാരം ഉണ്ടായിക്കൊള്ളട്ടെ രാത്രി വരെ എന്ന് വിചാരിച്ചോ സർക്കാർ? അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കത്തെഴുതേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ധരിക്കുന്നത് പോലെയല്ല. യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ ഡേറ്റിന് വേണ്ടി കാത്തിരുന്ന് നമ്മളെല്ലാം പ്രധാനമന്ത്രി വരണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രധാനമന്ത്രി ഈ കേരളത്തിൽ വരണ്ടേ? ഏതെങ്കിലും പ്രധാനപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കണ്ടേ? അദ്ദേഹത്തോട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനില്ലേ? അദ്ദേഹം കേരളത്തെ കുറിച്ച് മനസ്സിലാക്കണ്ടേ?
അതെല്ലാം നമ്മുടെ ആഗ്രഹമല്ലേ? അതേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ, BJPയുടെ നേതാവ് മാത്രമല്ലല്ലോ. സ്വാഭാവികമായിട്ടും നമ്മുടെ ഇതൊരു കൊച്ചു സംസ്ഥാനമാണെങ്കിലും നമ്മുടെ കൊച്ചു സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ അഭ്യർത്ഥനയെല്ലാം അദ്ദേഹം കേൾക്കണ്ടേ? അതുകൊണ്ട് അദ്ദേഹം വരണമെന്നുള്ള അമിത താല്പര്യമാണ് ഗവൺമെന്റ് എടുത്തത്, മുഖ്യമന്ത്രി എടുത്തത്. അദ്ദേഹം വരുന്നു എന്നറിയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണുള്ളത്. അതിലുണ്ടായിട്ടുള്ള പാകപ്പിഴകൾ പ്രധാനമന്ത്രിയുടെ അതെ, ആ ബാധ്യത നമ്മൾ നിർവഹിച്ചു. യഥാർത്ഥ പ്രധാനമന്ത്രിയെ ഞാൻ അനുമോദിക്കുകയാണ്. കാരണം ആ ബാധ്യത ഗവൺമെന്റ് നിർവഹിച്ചപ്പോൾ അതിന്റെ ഉള്ളടക്കം മനസ്സിലാക്കിക്കൊണ്ട് അത് ശരിയായില്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് തിരുത്താൻ തയ്യാറായതിനെ ഞങ്ങൾ എല്ലാവരും കേട്ടവരെല്ലാവരും തന്നെ അനുമോദിക്കുകയാണ് ചെയ്യുന്നത്. പ്രധാനമന്ത്രിയുടെ ശ്രീ എം വി ജയരാജൻ അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എം വി ജയരാജൻ, താങ്കൾ തന്നെ രാവിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് സംസ്ഥാനത്തിന് ഈ ശ്രീധരനെയും ഒപ്പം രമേശ് ചെന്നിത്തലയെയും കൂടി ഉൾക്കൊള്ളിച്ച് 7 അംഗങ്ങൾ എന്നുള്ളത് വേദിയിൽ 9 അംഗങ്ങളാക്കിയിട്ടുണ്ട് എന്ന അറിയിപ്പ് എപ്പോഴാണ് ലഭിക്കുന്നത്? ഇന്നെപ്പോ? ഇന്നലെയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഉച്ചയ്ക്ക് മുമ്പാണോ ശേഷമാണോ എന്ന അർത്ഥത്തിലാണ്. ഉച്ചയ്ക്ക് ശേഷം. ഇന്നലെയാണ്. ഇത് കൃത്യമായിട്ട് നോക്കിയാൽ ഈ ശ്രീധരനെയും പ്രതിപക്ഷ നേതാവിനെയും അതോടൊപ്പം സ്ഥല MLAയും ഒഴിവാക്കി എന്നുള്ളത് വസ്തുതയാണല്ലോ. ഒഴിവാക്കി എന്നതുകൊണ്ടാണല്ലോ ഇന്നലെ സർക്കാരിന് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലേക്ക് എഴുതേണ്ടി വന്നത്. പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ ഇന്നലെ സർക്കാർ എഴുതുകയും ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ ബന്ധപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് അവർ തെറ്റുപറ്റിയത് തിരുത്തി ഇന്ന് മറുപടി നൽകി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീ എം വി ജയരാജൻ, കുമ്മനം രാജശേഖരൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉച്ചയ്ക്ക് പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനം നടത്തുകയും ഇവരെ രണ്ടുപേരെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തിരുന്നു. ആ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ അറിയിപ്പ് കിട്ടിയിരുന്നോ? അതിനുശേഷമായിരുന്നോ വാർത്താ സമ്മേളനം? ഇല്ല. യഥാർത്ഥത്തിൽ ഒരു കേന്ദ്ര ഭരണകക്ഷിയുടെ പാർട്ടിക്കാർക്ക് കേന്ദ്ര ഭരണകക്ഷിയിൽ നിന്ന് വിവരം കിട്ടുന്നത് ഒരു വലിയ സംഭവമായിട്ടൊന്നും ഞങ്ങൾ കാണുന്നില്ല. 14-ാം തീയതി കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രിയുടെ പരിപാടി ഏറ്റവും ഒടുവിൽ മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാം, സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഉൾപ്പെടെയുള്ളത് ഫൈനലൈസ് ചെയ്തിട്ട് ഇങ്ങോട്ട് അറിയിക്കുമ്പോഴാണ് 17 പേർ വേദിയിൽ ഇരിക്കാനും 10 പേർക്ക് പ്രസംഗിക്കാനുമുള്ള സമയമടക്കം നിശ്ചയിച്ചുകൊണ്ട് അറിയിച്ച ആ പ്രോഗ്രാമിൽ മാറ്റം വരുത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവിനെ, അതോടൊപ്പം സ്ഥലം MLAയെ, അതോടൊപ്പം ഈ ശ്രീധരനെ, ഈ 3 പേരെ വെട്ടിമാറ്റി എന്ന വിവരം അറിഞ്ഞപ്പോഴാണ് 14-ാം തീയതി കേന്ദ്ര സർക്കാരിലേക്ക് എഴുതുന്നത്. ആ എഴുത്ത് തന്നെ സർക്കാരിന്റെ അഭിപ്രായം ഈ 3 പേരെ കൂടി ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കുമെന്നാണ് അതിന്റെ വാചകം. അല്ല, അത് വ്യക്തമായി. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അറിയാനിരുന്നത് ശ്രീ എം വി ജയരാജൻ, കുമ്മനം രാജശേഖരൻ വാർത്താ സമ്മേളനം നടത്തുന്നതിന് മുൻപാണോ ശേഷമാണോ ഇത് അറിഞ്ഞതെന്നുള്ളതായിരുന്നു. ഞാൻ അങ്ങനെയൊക്കെ വരാം, ദയവായി തുടരണം. ശ്രീ ടോണി ചെമ്മണി നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു കോൺഗ്രസ്സുകാർ സംസാരിക്കുന്നതിനെ ഇക്കാര്യത്തിൽ ഒഴിവാക്കിയെന്ന്. അങ്ങനെ പറയുന്നത് എല്ലാ അർത്ഥത്തിലും തെറ്റാണ്. ഈ പരിപാടിയുടെ ആദ്യത്തെ നോട്ടീസ് അനുസരിച്ച് തന്നെ 3 കോൺഗ്രസ് പ്രതിനിധികൾക്ക് സ്ഥാനമുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ രമേശ് ചെന്നിത്തല കൂടി ആകുന്ന സാഹചര്യമുണ്ട്. അതിലങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടെങ്കിൽ PT തോമസിനെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കത്തയക്കുമോ? രമേശ് ചെന്നിത്തലയെ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കത്തയക്കും? അങ്ങനെയൊന്നുമില്ലല്ലോ. ഇത് കേരളത്തിന്റെ പരിപാടിയല്ലേ. ഇതിലെവിടെയാണ് കോൺഗ്രസും BJPയും CPM ഒക്കെ? ഞാൻ അങ്ങനെ രാഷ്ട്രീയമായിട്ടല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞത് പ്രസംഗിക്കുന്നതിൽ സ്ഥലം MPയോ പ്രതിപക്ഷ നേതാവോ ഇല്ല. 2012 ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ VS അച്യുതാനന്ദൻ അദ്ദേഹം വേദിയിൽ പ്രസംഗിക്കുന്നവരുടെ പട്ടികയിലുണ്ടായിരുന്നു. ആ ഒരു മര്യാദയെങ്കിലും ആ ഒരു പ്രോട്ടോക്കോളെങ്കിലും ഈ ഉദ്ഘാടന ചടങ്ങിൽ വെക്കേണ്ടതായിരുന്നു. ഞാൻ അതിൽ ചെറിയൊരു രാഷ്ട്രീയം കാണുന്നത്, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സ്ഥലം MPയോ ഈ ചടങ്ങിൽ പ്രസംഗിച്ചാൽ ഈ പദ്ധതിയെക്കുറിച്ച് പറയേണ്ടി വരും. ഈ പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ UPA ഗവൺമെൻറ്റിൻ്റെയും കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെയും കാലഘട്ടത്തിൽ നടന്ന ഒരു പദ്ധതിയാണ് എന്ന വസ്തുത ഒരിക്കൽ കൂടി മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും. അത് ഒഴിവാക്കാൻ വളരെ ബോധപൂർവമായി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ സാന്നിധ്യം കൊണ്ട് അത് എത്ര ആവശ്യപ്പെട്ടിട്ടാണ് പ്രതിപക്ഷ നേതാവിനെ ഇപ്പോൾ പങ്കെടുപ്പിക്കുന്നത്. മനസ്സിലാക്കണം. ഞാൻ പറയാം, മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തെ വെറും സാന്നിധ്യത്തിലാണ്
വേദിയിലിരുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അവസരമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളം 17 പേരെയാണ് ഇതിൽ വേദിയിൽ ഇരുത്തണമെന്ന് ആവശ്യപ്പെട്ട് ഷെഡ്യൂൾ തയ്യാറാക്കിയത്. 10 പേർ പ്രസംഗിക്കണം എന്നുള്ളതായിരുന്നു കേരളത്തിന് താല്പര്യം. ആ 10 പേരിൽ രമേശ് ചെന്നിത്തല ഉണ്ട്. SPG തീരുമാനിക്കുന്ന കാര്യമല്ലേ? ഞാൻ ആ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. സാന്നിധ്യം കൊണ്ട് മാത്രമായി വേദി പരിമിതപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ ഈ പദ്ധതിയെക്കുറിച്ച് അന്നേ ദിവസം ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. ഈ പദ്ധതി സംബന്ധിച്ച് കേരളത്തിലെ ഫ്ലക്സ് ബോർഡുകൾ വെക്കുന്നുണ്ട്, എല്ലാ പാർട്ടിയും മത്സരിച്ച് വെക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയക്കാർ നിങ്ങളുടെയൊക്കെ ധാരണ ഈ ബോർഡ് ഈ പരിപാടിയിലെ പ്രസംഗം കേട്ടിട്ടാണ് ജനങ്ങൾക്ക് ഇത് മനസ്സിലാകില്ല എന്നൊക്കെ. ഇതൊരു അവകാശത്തിന്റെ പ്രശ്നമാണ്. ഒരു പ്രതിപക്ഷ നേതാവിന് വേദിയിൽ സാന്നിധ്യം കൊണ്ട് മാത്രമാണെങ്കിൽ ശരിയല്ല. അദ്ദേഹത്തിന് പ്രസംഗിക്കാനുള്ള അവകാശമുണ്ട്. അത് ആരുടെ ഔദാര്യമല്ല. അത് 2012 അച്യുതാനന്ദന് ലഭിച്ചിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോൺഗ്രസ് എങ്ങനെയാണ് BJPയുടെ മുമ്പിൽ തോറ്റു കൊടുക്കുന്നത് എന്നുള്ള എൻ്റെ ഒന്നാം തരം ഉദാഹരണമാണ് ഇപ്പോൾ ശ്രീ ടോണി ചമ്മണി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞെന്താ, ഞങ്ങൾക്കൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ അവിടെ സംസാരിക്കാൻ ഞങ്ങളാണിത് മുഴുവൻ ചെയ്തത് എന്ന് ഞങ്ങൾ അവിടെ പറയുമായിരുന്നെന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനിങ്ങനെ ഞാൻ ശ്രീ ടോണി സംസാരിച്ചപ്പോൾ ഇടപെട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, UDFന്റെ കാലത്ത് അങ്ങനെ ആണെങ്കിൽ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് അനുമതി കിട്ടേണ്ടിയിരുന്ന ഈ പദ്ധതി 5 കൊല്ലം വൈകിച്ചതിൻ്റെ 2000 കോടി രൂപയുടെ പദ്ധതി അടങ്കൽ വർദ്ധിച്ചതിൻ്റെ സമാധാനം ഇവർ പറയൂ. 1. 2, ഈ ശ്രീധരനെ തന്നെ ഈ പദ്ധതിയിൽ നിന്നും പുറത്താക്കാൻ ഇവർ നടത്തിയ ശ്രമം, ആസൂത്രിതമായ ശ്രമത്തിന് എതിരായി കൊച്ചിയിൽ ഉയർന്നു വന്ന വികാരത്തിൻ്റെ മറുപടി ഇവർ പറയൂ. അഭിലാഷ്, ഞാൻ പറഞ്ഞത് ഇതൊന്നും ചർച്ച ചെയ്യേണ്ട സന്ദർഭമല്ല ഇത്. അഭിലാഷ് എന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊച്ചി ഞാൻ പറയട്ടെ റൈറ്റ്സ് എന്ന് പറയുന്ന ഏജൻസിയെ കൊണ്ട് ശ്രീധരന്റെ റൈറ്റ്സ് എന്ന് പറയുന്ന ഏജൻസിയെ കൊണ്ട് ഇങ്ങനെ ഒരു പഠനം നടത്തിക്കാൻ ആദ്യമായി പണം ചെലവഴിച്ചത് കൊച്ചി നഗരസഭയാണ്. ശ്രീ ടോണി ചമ്മണി മേയറായിരിക്കുമ്പോഴല്ല, ശ്രീ സോമസുന്ദര പണിക്കർ മേയറായിരിക്കുമ്പോൾ, സഖാവ് നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ, കേരളത്തിൽ LDFുമായി ബന്ധപ്പെട്ട എറണാകുളം ജില്ലയിലെ സ്ഥാപനങ്ങൾ പണം കൊടുത്തിട്ടാണ് ആ പദ്ധതി തന്നെ അതുമായി ബന്ധപ്പെട്ട റൈറ്റ്സിന്റെ പഠന റിപ്പോർട്ട് വന്നത്. ഞാൻ അത്തരം വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നത് ഒരു കാര്യം കൂടി അഭിലാഷ്, ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചോട്ടെ. നേരത്തെ ശ്രീധരൻ കൂടി ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നാൽ കത്ത് അയക്കുന്നതിന് ധൃതി പിടിക്കാതെ നിങ്ങൾക്ക്, അഭിലാഷ് തന്നെ അതിന് മറുപടി പറഞ്ഞു. കത്തിൽ പ്രസംഗിക്കുന്ന ആളുകളുടെ പേര് മാത്രം വെച്ചിട്ടാണ് കത്തടിച്ചതെന്ന് പറഞ്ഞു. ആ വേദിയിൽ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന ആളുകളെ കൂടി പങ്കെടുപ്പിക്കണം. അതിപ്പോൾ ഈ ചർച്ചയിൽ ക്ലിയറായി. നിങ്ങൾ നോക്കൂ, എന്തുകൊണ്ടാണ് ബഹുമാന്യനായ ശ്രീധരൻ പിള്ളയെ പോലെ പരിണതപ്രജ്ഞനായ ഒരാൾ ഇത്ര ക്ഷുഭിതനാവണെന്തിനാ? പ്രതിപക്ഷ നേതാവിനെയും അതുപോലെ തന്നെ സ്ഥലം MLAയും ഒഴിവാക്കിക്കൊണ്ട് ഒരു പ്രോഗ്രാം തയ്യാറായി വന്നപ്പോൾ അത് അങ്ങനെ ചെയ്തത് ശരിയായില്ല, അത് നിങ്ങൾ തിരുത്തണമെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി വളരെ നല്ല നിലയിൽ ശ്രദ്ധേയമായ ആ സന്ദർഭത്തിൽ ഇടപെട്ടപ്പോൾ ഒരു ജാള്യത BJPക്ക് ഉണ്ടായി. ആ ജാള്യത മറച്ചു വയ്ക്കാനാണ് ഇപ്പോൾ ബഹുമാന്യനായ ശ്രീ സഖാവ് MV ജയരാജൻ പറഞ്ഞപ്പോൾ ക്ലിയർ ആയില്ലേ. അതിനു വേണ്ടിയിട്ടാണ് വളരെ പെട്ടെന്ന് കയറി ഞങ്ങളാണ് ഈ ഇതെല്ലാം മാറ്റിയിട്ടുള്ളത്. ഞാൻ ഇപ്പോ എറണാകുളംകാർക്ക് അറിയാമല്ലോ, അവർ പോകുന്നിടത്തൊക്കെ ഫ്ലക്സ് ബോർഡാണ്. കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാക്കിയ പിണറായി വിജയൻ അഭിവാദ്യങ്ങൾ, ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യങ്ങൾ, നരേന്ദ്രമോദിക്ക് ഞാനതുകൊണ്ടല്ലേ പറഞ്ഞത്. ഫ്ലക്സ് ബോർഡ് നോക്കിയിട്ടാണ് അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ആളുകൾ അല്ല, ഞാൻ പ്രസംഗിക്കുന്ന ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി കൊടുത്ത കത്ത് കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ ആവശ്യമാണ് മുഖ്യമന്ത്രി കൊടുത്തത്. അതിൽ സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയം അദ്ദേഹം കണ്ടില്ല. അങ്ങനെ അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണല്ലോ, CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണല്ലോ. എന്നാൽ അങ്ങനെ കൊണ്ടുപോകേണ്ട എന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായി സംഭവിച്ച കാര്യങ്ങളാണ് ഇന്നുണ്ടായത്. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഇത് നേരത്തെ സംസാരിച്ച മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ, സഖാവ് കടകംപള്ളി സൂചിപ്പിച്ച പോലെ, ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട അനാവശ്യമായ എല്ലാ കാര്യങ്ങളും അവസാനിച്ച് നമ്മളിത് ഒറ്റക്കെട്ടായി ഇനി ബാക്കിയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെടണം ഇതിന്റെ വിവരങ്ങൾ അറിയാൻ എന്ന് പറഞ്ഞതുകൊണ്ടാണ് MV ജയരാജനെ വിളിച്ചത്. അദ്ദേഹമാണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള സെക്രട്ടറി. അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. എത്തരത്തിലുള്ള പരിപാടികളൊക്കെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, ഇപ്പോൾ കൊച്ചി മെട്രോയുടെ ഇനാഗുറേഷൻ ആണെങ്കിൽ അത് കേരളത്തിന് മൊത്തം ഒരു പരിപാടിയാണ്, അത് ആ തരത്തിൽ തന്നെ കാണേണ്ടതല്ലേ. അപ്പോൾ ഇനിയുള്ള വരുന്ന ദിവസങ്ങളെങ്കിലും ഇതിന്റെ ക്രെഡിറ്റ് ആർക്കാണ്, ഇത് ആര് കൊണ്ടുവന്ന പദ്ധതിയാണ്, ഇത് എങ്ങനെ നടപ്പായി തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ പ്രസക്തിയുണ്ടോ ഇനി? നാടിനു വേണ്ടി സമർപ്പിതമായി പ്രവർത്തിക്കേണ്ടവരാണ് പൊതുപ്രവർത്തകർ. അവരെല്ലാം ഞങ്ങൾക്ക് ഇത് കിട്ടിയില്ല, അത് കിട്ടിയില്ല, ഞങ്ങൾക്ക് പ്രോട്ടോക്കോൾ വന്നില്ല എന്നൊക്കെ പറയുന്ന, ഞാൻ ഈ ഗാന്ധിജിയുടെ നാടാണിത്. സ്വാതന്ത്ര്യം നേടിത്തന്ന ശേഷം അധികാര കൈമാറ്റത്തിന് സാക്ഷിയാകാതെ വിദൂരതയിൽ പോയി നിന്ന ഒരു മഹാമനുഷ്യൻ്റെ സംസ്കാരമുള്ള നാടാണ്. ഇപ്പോൾ എന്താ പറഞ്ഞത്, ഇവർ രണ്ടു കൂട്ടരും പറഞ്ഞതിൽ ഞാൻ അവരെ കുറ്റപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. പക്ഷേ എന്താ അവകാശവാദം ഞങ്ങൾ ഉന്നയിക്കണം, ഞങ്ങളുടെ പ്രതിപക്ഷത ഉന്നയിക്കണം, മുഖ്യമന്ത്രിക്ക് ഉന്നയിക്കണമെന്നാണ്.
ഈ നാണക്കേടാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശാപം. നമ്മൾ ഇങ്ങനെയാണോ ചിന്തിക്കേണ്ടത്? BJP ഒരിക്കലും ആ പദ്ധതിയുടെ പേരിൽ ക്ലെയിം ചെയ്യാനൊന്നും ഞങ്ങളാരുമില്ല. ഞങ്ങൾ അണ്ണാറക്കണ്ണന് തന്നാലായതെന്ന് പറഞ്ഞ പോലെ ഞങ്ങളൊരു ചെറിയ കക്ഷിയാണ്, ഒരു MLA മാത്രമുള്ള കക്ഷിയാണ്. ഞങ്ങൾ എന്താണോ സഹകരിക്കേണ്ടത് ആ രണ്ട് കൂട്ടരോട് സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഇതിൻ്റെ പേരിൽ വിഴുപ്പലക്കാൻ ഞങ്ങളില്ല, ഞങ്ങളതിന് തയ്യാറുമല്ല. ഇന്നലെ ഈ ചർച്ച ഉണ്ടായി എന്ന് പറഞ്ഞപ്പം ഞാൻ ചോദിക്കട്ടെ, ജയരാജനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, 14-ാം തീയതി 4 പേരെ ഉള്ളൂ എന്ന് കണ്ടാൽ നിങ്ങളത് പ്രിന്റ് ചെയ്യാതെ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ട് അവരുടെയും കൂടെ ഉൾപ്പെടുത്തേണ്ട 3 പേരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഇൻവിറ്റേഷൻ അടിക്കുകയല്ലേ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്? നിങ്ങളതല്ലല്ലോ ചെയ്തത്. ഇൻവിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇന്നലെ ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഈ വിഴുപ്പലക്കുന്ന രാഷ്ട്രീയം, ഈ വിഴുപ്പലക്കൽ രാഷ്ട്രീയം കേരളത്തിൻ്റെ വികസന തടസ്സമാണ്. കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും BJP-ക്കാരനും ഒത്തൊരുമിച്ച് നിൽക്കണം. ഈ പദ്ധതി തന്നെ ലാഭകരമല്ല. നാളെ മുന്നോട്ട് പോകണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ സഹായം വേണം, സംസ്ഥാനത്തിൻ്റെ സഹായം വേണം, മുഴുവൻ ജനങ്ങളുടെ സഹായം വേണം. 25 കൊല്ലമെങ്കിലും പിടിക്കും ഇത് ലാഭകരമാക്കാൻ. അതുവരെ നമുക്ക് ഒത്തൊരുമിച്ച് നിൽക്കാം. ഈ തരത്തിൽ കല്ലേറ് നടത്തരുത്. അഭിലാഷിനെ പോലുള്ള ആൾക്കാർ ഇത്തരം ചർച്ചകളിൽ കുറെ കൂടി വിശാല വീക്ഷണത്തോടെ ഇത് കാണണമെന്ന് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. റൈറ്റ്. ശ്രീ MV ജയരാജൻ, ഇങ്ങനെ ഒരു അറിയിപ്പ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയപ്പോൾ തന്നെ, ഇത് മാധ്യമങ്ങളിലൊക്കെ എത്തുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾക്ക് ഇത് പോരാ, മറിച്ച് വേദിയിൽ ഈ ശ്രീധരൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ സാന്നിധ്യം വേണം, സ്ഥലം MLA-യുടെയും ഒക്കെ സാന്നിധ്യം വേണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാമായിരുന്നില്ലേ? ഇത് മനഃപൂർവ്വം ഒരു വിവാദമാകണമെന്ന് സർക്കാർ ആഗ്രഹിച്ചിരുന്നോ? ഒരു വിവാദമാക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല, ആഗ്രഹിച്ചിട്ടുമില്ല. സർക്കാരിന് പരിപാടിയുടെ കൺഫർമേഷൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയ ഉടൻ അതിൽ നിന്ന് നന്നായിരിക്കും, അത് ദയവായി പരിഗണിക്കുക, ഈ അഭ്യർത്ഥനയാണ് കേന്ദ്ര സർക്കാരിന് മുമ്പാകെ വെച്ചത്. നോട്ടീസിൽ ഇപ്പോഴും നോട്ടീസിലുള്ള പേരുകൾ എടുത്ത് പരിശോധിച്ചാൽ കേന്ദ്ര സർക്കാർ കൺഫർമേഷന് ശേഷം തന്ന പേരുകൾ മാത്രമേ നോട്ടീസിലുള്ളൂ. എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്നവരുടെ പേര്. അത് നോട്ടീസിൽ അച്ചടിച്ചവരുടെ കൂടുതലായി ഒന്നും ഇപ്പോഴും കൺഫർമേഷനിൽ വന്നിട്ടില്ല. കൺഫർമേഷനിൽ എന്താ ഇപ്പൊ രണ്ടാമത് തെറ്റുതിരുത്തി വന്നത്? സ്റ്റേജിൽ ഇരിക്കാനുള്ളവരുടെ എണ്ണത്തിൽ 2 പേരെ കൂടി കൂട്ടിച്ചേർത്തു. പ്രസംഗിക്കാനുള്ള നോട്ടീസിൽ അച്ചടിക്കേണ്ടുന്ന പേരുകളിൽ അന്ന് അച്ചടിച്ച അതേ നോട്ടീസിലുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോഴും ഈ തെറ്റ് തിരുത്തി നമുക്ക് പേര് തന്നപ്പോഴും ഉള്ളത്. ആരൊക്കെയാ അത്? പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി. സ്വാഗത പ്രസംഗവും. ഗവർണർ പ്രസംഗിക്കുന്നില്ല, പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുന്നില്ല, മേയർ പ്രസംഗിക്കുന്നില്ല, പിന്നെ വേദിയിലിരിക്കുന്ന ആരൊക്കെയുണ്ടോ മറ്റാരും പ്രസംഗിക്കുന്നില്ല. അപ്പോ എന്താണോ കേന്ദ്ര സർക്കാർ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് മാത്രമാണ്. സ്ഥല MLA ഒഴിവാക്കപ്പെടുകയും ചെയ്തു. അപ്പൊ നമ്മള് അന്യോന്യം കലഹിച്ചിട്ടൊരു കാര്യമില്ല. ഇതെല്ലാം ഒരു സത്യമാണല്ലോ, വസ്തുതയാണല്ലോ. ഇപ്പൊ ഉൾപ്പെടുത്താൻ തയ്യാറായി എന്നുള്ളത് തീർച്ചയായും സ്വാഗതാർഹമായിട്ടുള്ള കാര്യവുമാണ്. അപ്പൊ അതാണ് സംഭവിച്ചിട്ടുള്ളത്. അല്ല, ഇക്കാര്യത്തിൽ ശ്രീ MV ജയരാജൻ, ഈ പരിപാടിയിൽ പ്രധാനമന്ത്രി ആയാലും വെങ്കയ്യ നായിഡു ആയാലും മുഖ്യമന്ത്രി ആയാലും നടത്തുന്ന പ്രസംഗം രാഷ്ട്രീയ പ്രസംഗമല്ലല്ലോ, അവരുടെ പദവിയിൽ ഇരുന്നുകൊണ്ട് നടത്തുന്ന ഔപചാരികമായ പ്രസംഗമാണ്. അതുകൊണ്ട് തന്നെ പ്രസംഗിക്കുന്നില്ല ഒരാൾ എന്നുള്ളത് ഏതെങ്കിലും തരത്തിൽ പ്രസക്തിയുള്ള ഒന്നാണോ? ഇല്ല, എല്ലാവരും പ്രസംഗിച്ചാലും മെട്രോ കേരളത്തിൽ വൻ വികസന സാധ്യതയുള്ള ഒരു പദ്ധതി നടപ്പായി എന്നുള്ളതിൽ എല്ലാവരും ജനങ്ങളുടെ ആഹ്ലാദത്തിൽ സന്തോഷത്തിൽ പങ്കുചേരുകയാണ് ചെയ്യുക. അതിലൊരു രാഷ്ട്രീയവും ഇല്ല. പ്രസംഗിക്കാത്തവരുടെ മനസ്സും അത് തന്നെയാണ്. അപ്പോ ആരുടെ കാലത്ത് ഇവിടെ തുടങ്ങി എന്ന് പൂർത്തീകരിച്ചു എന്നതെല്ലാം അറിയുന്ന ജനങ്ങൾക്ക് തന്നെ അറിയാം. യഥാർത്ഥത്തിൽ ഈ പദ്ധതി സാക്ഷാത്കരിക്കാൻ പോകുന്നു. അത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പങ്ക് അതിലുണ്ട്. ശരി, അതെ, അതാണ്, എല്ലാവരുടെയും പങ്ക് അതിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, അങ്ങ് നേരത്തെ പറഞ്ഞു പാർട്ടിയുടെ പ്രസിഡന്റ് അല്ല, മറിച്ച് മുഖ്യമന്ത്രിയാണ് പറയേണ്ടത്, അങ്ങനെയായിരുന്നു അറിയിക്കേണ്ടത്. BJP-യുടെ പ്രധാനമന്ത്രിയല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ശരിയാണ്, അതുപോലെ തന്നെയല്ലേ എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ പിണറായി വിജയൻ CPIM-ന്റെ മുഖ്യമന്ത്രിയല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, ഓരോ പൗരൻ്റെയും മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം മെട്രോ റെയിലിൽ ആദ്യം യാത്ര ചെയ്തപ്പോൾ കൂടെ ഇവിടെയുള്ള ജനപ്രതിനിധികളായിരുന്നോ ഉണ്ടായിരുന്നത്? അല്ലല്ലോ, പാർട്ടിയുടെ സെക്രട്ടറി അല്ലേ. അവിടെ സോളാർ പ്ലാന്റിൻ്റെ ഉദ്ഘാടനം ആലുവ മണ്ഡലത്തിൽ നിശ്ചയിച്ചിട്ട് ആലുവ മണ്ഡലത്തിൻ്റെ ജനപ്രതിനിധിയെ പ്രോട്ടോകോൾ അനുസരിച്ച് പങ്കെടുപ്പിക്കേണ്ടതാണ്, അൻവർ സാദത്തിനെ പങ്കെടുപ്പിച്ചില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയല്ലേ സമീപനം സ്വീകരിക്കുന്നത്?
യഥാർത്ഥത്തിൽ അവിടെ ഒരു നോട്ടപ്പേ ഉണ്ടായെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ബോധ്യമായതുകൊണ്ടാണല്ലോ ആ പ്രോഗ്രാം തന്നെ വേണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ആ സ്ഥലത്തുണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ട്രെയിൻ കയറുന്ന സ്ഥലത്ത് MLA ഉണ്ടായിരുന്നെങ്കിൽ MLA ചെയ്യേണ്ടിയിരുന്നത് നിശ്ചയമായിട്ട് മുഖ്യമന്ത്രി അവിടെ വരുന്നു എന്ന് അറിഞ്ഞപ്പോ MLA അദ്ദേഹത്തോടൊപ്പം പോകണമായിരുന്നു. അല്ല, ഔപചാരികമായ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് അവിടെ. അതിൽ MLAക്ക് സ്ഥാനമില്ലെങ്കിൽ പിന്നെ അദ്ദേഹം എങ്ങനെയാണ് വരിക? ഒരു ഔപചാരികമായ കാര്യവും നടന്നില്ല. അദ്ദേഹം മെട്രോ സന്ദർശിക്കാൻ പോകുന്നു എന്ന് അറിയുമ്പോൾ സ്ഥലം MLA, അദ്ദേഹം ഏത് പാർട്ടിക്കാരനും ആകട്ടെ, അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് മുഖ്യമന്ത്രിയെ ബന്ധപ്പെടുകയായിരുന്നു. നമുക്ക് ഒരുമിച്ച് പോകാം അങ്ങനെ പറയേണ്ടതായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ഉണ്ടാകണമായിരുന്നു. മുഖ്യമന്ത്രി അതിന്റെ ഭാഗമായിട്ട് അതേസമയം MLA ക്ഷണിക്കാതെ ഒരു പരിപാടി വെച്ചപ്പോ മുഖ്യമന്ത്രിക്ക് അത് ബോധ്യമായല്ലോ. അപ്പോഴത്തന്നെ അത് ക്യാൻസൽ ചെയ്തല്ലോ. ആ പരിപാടി നടത്താൻ അദ്ദേഹം തയ്യാറായില്ലല്ലോ. അത് ഒഫീഷ്യൽസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പെശക് ഉടൻ തന്നെ തിരുത്താൻ അദ്ദേഹം നടപടി സ്വീകരിച്ചല്ലോ. യാത്ര ചെയ്തതെന്ന് പറയുന്നത് MLA ഉണ്ടായിരുന്നു, MLA കൂടെ പോയി യാത്ര ചെയ്തേനെ. MLA ഉണ്ടായിരുന്നില്ല. അങ്ങനെയല്ല മിനിസ്റ്റർ, ഇപ്പോൾ ഈ എറണാകുളം ജില്ലയിലെ എത്ര നിയോജക മണ്ഡലങ്ങളിലൂടെ ഇപ്പോൾ തന്നെ കടന്നു പോകുന്നുണ്ട്? അതിൽ കളമശ്ശേരിയുണ്ട്, തൃക്കാക്കരയുണ്ട്, ആലുവയുണ്ട്. ഒരു MLA ഉണ്ടായിരുന്നില്ലല്ലോ മുഖ്യമന്ത്രിയുടെ കൂടെ. മുഖ്യമന്ത്രിയുടെ പാർട്ടി സെക്രട്ടറിയാണ് ഉണ്ടായത്. മുഖ്യമന്ത്രി ചെല്ലുമ്പോ മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ മെട്രോ സന്ദർശിക്കാൻ പോകുന്നു. ഇന്ന് ശ്രീധരൻ മെട്രോ സന്ദർശിക്കാൻ പോയി. മുഖ്യമന്ത്രി മെട്രോ സന്ദർശിക്കാൻ പോകുമ്പോൾ മുഖ്യമന്ത്രിയോടൊപ്പം ചേരാൻ താല്പര്യമുള്ളവർ പോകണമായിരുന്നു. അത് പ്രത്യേകിച്ച് ഒഫീഷ്യലായിട്ടുള്ള പ്രോഗ്രാം ഒന്നും ആയിരുന്നില്ല. പ്രധാനമന്ത്രിയുടെ വരവ് പ്രമാണിച്ച് മെട്രോയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടി മുഖ്യമന്ത്രി പോയതാണ്. പ്രത്യേക ഒരു പരിപാടി ഔപചാരികമായ ചടങ്ങോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നാടമുറിക്കലുണ്ടായിരുന്നില്ല, പ്രസംഗം ഉണ്ടായിരുന്നില്ല, ഒരു നോട്ടീസ് പ്രസിദ്ധീകരിച്ചിരുന്നില്ല. ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തിരുത്തി എന്നുള്ളതാണ് അക്കാര്യത്തിൽ. ഇത് അല്ല അത് ആ യോഗത്തെ സംബന്ധിച്ചാണ്. അതെ, യോഗത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ യോഗത്തിന്റെ കാര്യമാണ്. ശരി ശ്രീ ടോണി ചെമ്മണി, ഇവിടെ ഇത് എല്ലാ ഘട്ടത്തിലും ഇങ്ങനെയാണ് നടക്കുന്നത്. 2012 ഉദ്ഘാടനത്തിന് നമുക്കറിയാം DMRCയെയും ശ്രീധരനെയും ഈ പദ്ധതിയിലേക്ക് കൊണ്ടുവരണമെന്ന് വലിയ തോതിൽ ക്യാമ്പയിൻ ചെയ്ത ഒരാൾ രാജ്യസഭാ MP ആയിരുന്ന P. രാജീവായിരുന്നു. P. രാജീവിനെ ക്ഷണിച്ചിരുന്നു 2012? ഇല്ലല്ലോ. ആ ഒരു പ്രചരണം തെറ്റാണ്. ഒരു ക്യാമ്പയിൻ്റെ അടിസ്ഥാനത്തിലല്ല DMRC അത് പറയണമല്ലോ. വൺ സൈഡായി നിങ്ങൾ പറയും. യഥാർത്ഥത്തിൽ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരള ഗവൺമെൻറ് ഇടപെടൽ കൊണ്ട് തന്നെയാണ് DMRCയെ അസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു തടസ്സമുണ്ടായത് അന്ന് ഡൽഹി ഗവൺമെൻറ് ഷീല ദീക്ഷിത് DMRCയെ മറ്റു പുറം വർക്കുകളിലേക്ക് എൻഗേജ് ചെയ്യുന്നതിന് എതിർ നിന്നപ്പോൾ അന്ന് ശക്തമായ പൊളിറ്റിക്കൽ ഇടപെടലുണ്ടായി. പിന്നെ P. രാജീവും കൂട്ടർ കാണിച്ചത് രാഷ്ട്രീയ വേലത്തരങ്ങളാണ്. അത് എന്നും കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതുകൊണ്ടാണ് DMRC വന്നതെന്ന് നിങ്ങൾ പ്രചരിപ്പിക്കരുത്. ഇപ്പോൾ അനിൽകുമാർ പറഞ്ഞോട്ടെ, നിങ്ങളെപ്പോലെ ഒരു മാധ്യമം പ്രചരിപ്പിക്കരുത്. ശരിയല്ല, ഇടപെടാൻ ഏതൊക്കെ രൂപത്തിൽ എറണാകുളം ജില്ലയിൽ നിന്നുള്ള ആ ഒരു ക്യാമ്പയിൻ നിങ്ങൾ ഓൺ ചെയ്യരുത്. CPM പറഞ്ഞോട്ടെ, വിളിച്ചില്ലല്ലോ 2012. ഞാൻ പറഞ്ഞുതരാം. അന്ന് വളരെ കൃത്യമായി 11 പേർ വേദിയിലുണ്ടായിരുന്നു. കൊച്ചി മേയർ ഞാൻ ഉൾപ്പെടെ ഉണ്ടായില്ല എന്നുള്ളത് എനിക്ക് സങ്കടമില്ല. 5 കേന്ദ്രമന്ത്രിമാർ ആ വേദിയിലുണ്ട്. കേന്ദ്രമന്ത്രി, കേരളത്തിലുള്ള കേന്ദ്രമന്ത്രി. നിങ്ങൾ പൊളിറ്റിക്കലായി പറയണത് താങ്കൾ പൊളിറ്റിക്കലായി പറഞ്ഞപ്പോ പറയുന്നു. അങ്ങനെയാണെങ്കിൽ 2012 തറക്കല്ലിടൽ പൂർണ്ണമായും കോൺഗ്രസ്സുകാർ മാത്രമുള്ള അത് കേന്ദ്രമന്ത്രിമാരെന്നുള്ള ഔദ്യോഗിക നിലയിലുള്ള സ്ഥാനമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഇതര രാഷ്ട്രീയ പാർട്ടിക്കാരായ ജനപ്രതിനിധികൾ P. രാജീവ് ഉണ്ടായോ? ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു P. രാജീവ് മാത്രമല്ല, കേരളത്തിൽ എത്രയോ രാജ്യസഭ MPമാരുണ്ട്. അവരെല്ലാവരും സീനിയർ ലീഡർ ആണല്ലോ. അദ്ദേഹം ഉണ്ടായിരുന്ന വേദിയിൽ ഇല്ലല്ലോ. അതേ സ്ഥലം MLA അല്ല, വൈപ്പിൻ MLA ആണ്. അങ്ങനെ കേരളത്തിൽ 140 MLAമാരുണ്ടല്ലോ. ആ പറഞ്ഞത് ശരിയല്ല. അന്ന് കേന്ദ്ര, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ, 5 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ട്. അവരെല്ലാം വേദിയിലുണ്ടായിരുന്നു. 11 പേർ ഉൾപ്പെട്ടു. അതുകൊണ്ട് മറ്റാളുകൾ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. അത് തന്നെയാണ് അഭിലാഷ്. രണ്ട് കാര്യം അഭിലാഷ് ചെയ്യണം. ഒന്ന്, അഭിലാഷ് ഈ ചർച്ച കഴിഞ്ഞ ഉടനെ എറണാകുളം ടൗൺ ഹാളിൻ്റെ പുതിയ കെട്ടിടമുണ്ട്. ബഹുമാന്യ ശ്രീ ടോണി ചെമ്മണി മേയറായിരുന്നു പൂർത്തീകരിച്ച. അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ ഒന്ന് അഭിലാഷ് പോയി നോക്കണം. അതിൽ ഉദ്ഘാടകനോടൊപ്പം ഏറ്റവും ആദ്യം കുറച്ചുകൂടി വലിയ അക്ഷരത്തിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ള പേര്, അദ്ദേഹം തന്നെ പ്രിൻ്റ് ചെയ്യിച്ച പേര് P. രാജീവ് MP എന്നാണ്. അദ്ദേഹം കേരളത്തിൻ്റെ MP ആണെങ്കിൽ എന്തിനാ ശ്രീ ടോണി ചെമ്മണി അദ്ദേഹത്തെ എറണാകുളം ടൗൺ ഹാളിൻ്റെ അല്ല പറയട്ടെ, ഇപ്പം ചിരിക്കണുണ്ട്. അപ്പം അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് പറയൂ, P. രാജീവിന്റെ പേര് കേൾക്കുമ്പോൾ ഇപ്പൊ അഭിലാഷിനെ കണ്ടില്ലേ, പെട്ടെന്ന് ഞാൻ പറയട്ടെ, ഞാൻ താങ്കൾ പറഞ്ഞപ്പോൾ ഒരു പൂർത്തീകരിക്കട്ടെ. താങ്കളുടെ ഏതെങ്കിലും ഒരു ഫയൽ റെക്കോർഡ്സിൽ നിന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ VD സതീശൻ്റെ അന്നത്തെ ഒരു അഭിമുഖമുണ്ട്. VD സതീശൻ എന്താ പറയുന്നത് അറിയൂ, യഥാർത്ഥത്തിൽ എല്ലാ വർക്കുകളും ടെൻഡർ ചെയ്ത് തന്നെയാണ് കൊടുക്കേണ്ടത്.
എന്നാൽ ടെൻഡർ ചെയ്യാതെ DMRCയെ തന്നെ ഏൽപ്പിക്കണം, ശ്രീധരൻ്റെ ക്രെഡിബിലിറ്റിയാണ് പ്രധാനം എന്ന് പി രാജീവ് MP പറഞ്ഞപ്പോൾ ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാവരും പകച്ചുപോയി. പകയ്ക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ശ്രീ ടോണി ഉൾപ്പെടെ ഞങ്ങളിത് കൗൺസിൽ ഉന്നയിക്കുമ്പോഴും പറഞ്ഞ് ടെൻഡർ ചെയ്യുന്നതിൽ എന്താ കുഴപ്പമെന്നാ. ഇതൊക്കെ ഞാൻ നേരത്തെ ശ്രീ അഭിലാഷ് ഞാൻ തെറ്റായ ഒരു കാര്യം പറഞ്ഞാലും ശ്രീ ടോണി ചമ്മണി തെറ്റായ ഒരു കാര്യം പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാവും. ശ്രീധരനെ ഇവിടെ നിലനിർത്തുന്നതിലും തിരിച്ച് നമ്മുടെ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലും സഖാവ് രാജീവിൻ്റെ പങ്ക് വളരെ വലുതാണ്. കൊച്ചിയിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ രാഷ്ട്രീയത്തിന് അതീതമായ പങ്കും വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഇത് ഇതിന്റെ ക്രെഡിറ്റ് സംബന്ധിച്ചിട്ടുള്ള തർക്കം നമുക്ക് എന്തായാലും കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന വേളയിലെങ്കിലും മാറ്റിവെക്കണം. എല്ലാവർക്കും ക്രെഡിറ്റ് ഉണ്ട്. അത് ഉമ്മൻചാണ്ടിക്കുണ്ട്, എല്ലാ ആളുകൾക്കും. ഇപ്പൊ പിണറായി വിജയനാകട്ടെ, കേന്ദ്ര എങ്ങനെയൊക്കെ ഇതിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടോ എല്ലാ ആളുകൾക്കുമാണ് അതിൽ ക്രെഡിറ്റ് ഉള്ളത്. ആ അർത്ഥത്തിൽ തന്നെ ഇതിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ മംഗളമായ ഉദ്ഘാടനം പര്യവസാനിക്കട്ടെ. വളരെ നന്ദി ശ്രീ ടോണി ചമ്മണി, ശ്രീ M. അനിൽകുമാർ, ശ്രീ PS ശ്രീധരൻപിള്ള, ശ്രീ MV ജയരാജൻ, ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ശ്രീ ഹൈബി ഈഡൻ. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. സെമിയിൽ ബംഗ്ലാദേശിന് 9 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ ഫൈനലിൽ കടന്നത്. ബംഗ്ലാദേശ് ഉയർത്തിയ 265 റൺസ് വിജയലക്ഷ്യം 59 പന്ത് ബാക്കി നിൽക്കെ ഇന്ത്യ മറികടന്നു. ഇന്ത്യക്ക് വേണ്ടി രോഹിത് ശർമ്മ 123 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. 96 റൺസ് എടുത്ത് നായകൻ വിരാട് കോഹ്ലി ഏകദിനത്തിൽ ഏറ്റവും വേഗം 8000 റൺസ് തികയ്ക്കുന്ന ബാറ്റ്സ്മാനായി. ഞായറാഴ്ചയാണ് കിരീട പോരാട്ടം. ഇത് 4ാം തവണയാണ് നിലവിലെ ജേതാക്കളായ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ എത്തുന്നത്. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.